ജാതീയമായ വിവേചനം ഇവിടെ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി അതിൽ നിന്നും വിമുക്തമല്ല. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അർഹമായ രാഷ്ട്രീയ അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിയും നൽകിയിട്ടില്ല. ആ കാര്യത്തെ ഞാൻ പിണറായി സർക്കാരിനെ അഭിനന്ദിക്കുക. കാര്യം ഒരു 1500ഓളം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളാണ് ഇന്ത്യക്ക് വെളിയിൽ പോയി പഠിച്ചത്. നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയും. എന്ത് ഗൂഢലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി രാഷ്ട്രീയ അധികാരവും പദവിയാണ്. അത് തരുന്ന ആരാന്ന് വെച്ചാൽ അവരുടെ കൂടെ തന്നെ നിൽക്കും. ഇപ്പം അയ്യങ്കാളിയുടെ കാലത്ത് അയ്യങ്കാളിപ്പണം, അടിക്കടി ഇടിക്കിടി, കുത്തിന് കുത്ത്, വെട്ടിന് വെട്ട് എന്നൊക്കെ അത് ചെലവാകും. ഇന്ന് അതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾ ആരെ അടിക്കാൻ പോകണ്ട. നിയമമുണ്ട്. നമ്മുടെ ഭാരതീയരെല്ലാം ഒരു നിയമവ്യവസ്ഥിതിയുടെ ഒരു ഭരണഘടനയുടെ കീഴിലാണ് ജീവിക്കുന്നത്. കേരളത്തിൽ കണ്ടിട്ടുള്ള എയ്ഡഡ് മേഖലയിൽ സംവരണം വേണമെന്നും പറഞ്ഞ് നടന്നിട്ടുള്ള സമരങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായ സമരം നടത്തിയത് PKSന്റെ സമരം, സോമപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സമരം. എനിക്ക് പിണറായിയുടെ ഭരണവൈഭവവും നിശ്ചയദാർഢ്യവും ഒക്കെയാണ്. CPMന്റെ നയങ്ങളല്ല, പിണറായിയെ വളർത്തിയത് ഈ രാജ്യത്തെ പത്രങ്ങളല്ല. ഏത് നേതാക്കന്മാരെ എടുത്തു നോക്കുക, അവരെ എല്ലാം വളർത്തിയിട്ടുള്ള മാധ്യമം. ഒരു മാധ്യമവും അല്ല പിണറായിയെ എന്നും അദ്ദേഹത്തെ വിമർശിച്ചു. അദ്ദേഹത്തിനെ ഒരു പ്രതിപുരുഷനാക്കി, ഒരു വില്ലനാക്കി നിർത്താൻ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ശ്രമിച്ചു. യഥാർത്ഥത്തിൽ ഒഴുക്കിനെതിരെ നീന്തിയാണ് പിണറായി വിജയൻ. എൻ്റെ ആഗ്രഹം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, വീണ്ടും LDF ഒരു 3 പിണറായി ഗവൺമെന്റ്. ഫിഫ്ത്ത് എസ്റ്റേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിൽ സാന്നിധ്യമായിട്ടുള്ള ശ്രീ P. രാമഭദ്രൻ ചേട്ടനാണ്. അദ്ദേഹം കേരള ദളിത് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും നവോത്ഥാന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്. അദ്ദേഹം കേരള സംസ്ഥാന ഹാൻഡിക്രാഫ്റ്റ് സർക്കാരിൻ്റെ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ട് കൂടി പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ ഒരു 5.5 പതിറ്റാണ്ടായി കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ മുന്നണി പോരാളിയായിട്ട് അദ്ദേഹം മുന്നേറുകയാണ്. നമ്മുടെ ഈ സംഭാഷണം ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരുടെ ഒരു പ്രസ്താവന വന്നത്. ആ പ്രസ്താവന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ജാതി സംവരണം വാസ്തവത്തിൽ നിർത്തലാക്കേണ്ടതാണ്, ജാതി സംവരണമാണ് ഈ നാടിൻ്റെ ഐക്യത്തിന് ആപത്ത് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിട്ടുള്ളത്. ഇതേക്കുറിച്ച് എന്താണ്? ജാതി സംവരണം തുടങ്ങുന്ന കാലത്ത് അത് അനിവാര്യമായിരുന്നു. ഇപ്പം ജാതി സംവരണം വലിയ നിർബന്ധമൊന്നുമില്ല. ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം കിട്ടിയാൽ മതി. ജാതി സംവരണം വേണമെന്നൊന്നുമില്ല. ഇവിടെ സംവരണമില്ലാത്ത ഒരു സമുദായവുമില്ല. എല്ലാ സമുദായങ്ങൾക്കും സംവരണമുണ്ട്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമല്ല, ബ്രാഹ്മണർക്കും നായർക്കും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും സംവരണമുണ്ട്. സംവരണത്തിന് പുറത്ത് ഒരു ജനതയും ഇന്നില്ല. അതുകൊണ്ട് ആ സംവരണ വിരോധ ശബ്ദത്തിന് ഒരർത്ഥവുമില്ല. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന. അതിന് യാതൊരു പ്രസക്തിയില്ല. ജാതി സംവരണം നിർത്തട്ടെ, സന്തോഷമേ ഉള്ളൂ, അതിന് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അതിന് പകരം ജാതി എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ്. ജാതി വിവേചനവുമുണ്ട്, അതിൻ്റെ പേരിലുള്ള ഏറ്റക്കുറച്ചിലുകളുണ്ട്, അസമത്വങ്ങളുണ്ട്. അത് മാറ്റാനായിട്ട് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം മതി. ഞങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങൾക്കും കൊടുത്താൽ മതി. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കേരളത്തിൽ എത്ര പേരാണ് മന്ത്രിമാരായിട്ടിരിക്കുന്നത്? ഏത് മന്ത്രിസഭ വന്നാലും അങ്ങനെയല്ലയോ? വേണ്ട, പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രാതിനിധ്യം മതി. ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല.
ജാതി സംവരണം വേണമെന്ന്. ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള സംവരണം എന്ന് പറയുമ്പോൾ 2011 സംവരണമല്ല, പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ 2011 ഏറ്റവും അവസാനത്തെ കണക്കെടുപ്പ് നടന്നിട്ടുള്ളത്, സെൻസസ് നടന്നിട്ടുള്ളത്. 2011 കടന്ന് ഇപ്പോൾ നമ്മൾ 2025 സംസാരിക്കുന്നത്. പക്ഷേ 2011 ഡാറ്റ ബേസിനെ ആസ്പദമാക്കിയാണ് പല തീരുമാനങ്ങളും വരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സെൻസസിനോടൊപ്പം ജാതി സെൻസസ് കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുക. വൈകി വന്ന ഒരു വിവേകമാണ് BJP ഗവൺമെൻറ്റിനുണ്ടായത്. ജാതി സെൻസസ് നടത്തണം എന്ന ആശയഗതികൾ BJP ഇതര കക്ഷികളാണ് ഭാരതത്തിൽ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് അതിനേറ്റവും മുന്നിൽ നിന്നത് രാഹുൽ ഗാന്ധിയാണ്. നമ്മൾ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വളരെ ശക്തമായിട്ട് നിന്നു. അതുകൊണ്ട് ജാതി സെൻസസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ എക്സ്റേ എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഭാരതത്തിലെ എല്ലാ ജനങ്ങളും ഏത് നിലയിലാണ് ഇരിക്കുന്നതെന്ന് ബോധ്യപ്പെടാൻ ജാതി സെൻസസ് വേണം. അങ്ങനെ ആ ജാതി സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ വെറും കണക്കെടുപ്പല്ല, ഇവിടുത്തെ സമ്പത്തും വിഭവവും എല്ലാം തുല്യമായി വീതം വയ്ക്കണം. അതിനുവേണ്ടിയാണ് ജാതി സെൻസസ് നടത്തേണ്ടത്. അതുകൊണ്ട് ജാതി സെൻസസ് ഇപ്പോഴവരെടുത്തത് ബീഹാറിലെയും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യത്തോടു കൂടിയാണെങ്കിലും എടുത്ത തീരുമാനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. സംവരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിധി, സുപ്രീം കോടതിയുടെ വിധി വന്നിരുന്നല്ലോ. ആ വിധിയിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സംവരണത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു ക്രീമി ലെയർ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ സബ് ക്ലാസിഫിക്കേഷൻ കൂടാതെ ഒരു ക്രീമി ലെയർ കൂടി ആവശ്യമാണ്. അതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നു വന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് KDFൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും നവോത്ഥാന സമിതിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഉപവർഗീകരണം വേണം എന്ന ഒരു നിലപാട് ആണ് എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഈ നവോത്ഥാന സമിതിയിലെ പല അംഗസംഘടനകളും അതിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടും എടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മുടെ ജീവിത നിലവാരവും വിദ്യാഭ്യാസ സാഹചര്യവും നമ്മൾ നേടിയ ഒരു വികസന തോതുമൊക്കെ വെച്ചിട്ട് വാസ്തവത്തിൽ അങ്ങനെ ഒരു ഉപവർഗീകരണത്തിൻ്റെ ആവശ്യം കേരളത്തിലുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? കേരളം വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ വളരെ മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഉപവർഗീകരണം എന്ന ആ പദപ്രയോഗം തന്നെ തെറ്റാണ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഓരോ ജാതി അടിസ്ഥാനത്തിലുമായിരുന്നു കേരളത്തിൽ സംവരണം ഉണ്ടായിരുന്നത്. അത് പിന്നീട് പട്ടികജാതി പട്ടികവർഗം എന്നുള്ള ഒരു പൊതു തത്വത്തിലേക്ക് അത് മാറുകയായിരുന്നു. പട്ടികജാതിക്കാർക്ക് 8%, പട്ടികവർഗക്കാർക്ക് 2%. അപ്പോൾ അവർ 2% ജനങ്ങൾ ഉണ്ടായിട്ടല്ല, ഒരു റൗണ്ട് ചെയ്ത് അത്രയും കൊടുക്കുകയാണ്. അതേ സമയത്ത് പിന്നോക്ക സമുദായങ്ങൾക്ക്, OBCക്ക് ഇവിടെ ഓരോ സമുദായത്തിനും പ്രത്യേകം സംവരണം. അതായത് മുസ്ലിം, ഈഴവ, വിശ്വകർമ്മ, ധീവര, നാടാർ, ലത്തീൻ, ഈ സമുദായങ്ങൾക്കെല്ലാം ഓരോ ശതമാനം നിശ്ചയിച്ച് സംവരണമാണ്. അതേസമയത്ത് OBH എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു 10-80ഓളം സമുദായങ്ങൾ, ചെറിയ സമുദായങ്ങളുണ്ട്. നമുക്കത് ചെറിയ സമുദായങ്ങളും തോന്നുമെങ്കിലും ചിലയിടത്തൊക്കെ അവർ നിർണായക ശക്തികളാണ്. അവർക്കെല്ലാവർക്കും കൂടി പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി വെറും 3% സംവരണമേ ഉള്ളൂ. അവർക്ക് ആ 3% സംവരണം അപര്യാപ്തമാണെന്ന് വർഷങ്ങളായിട്ട് നമ്മൾ മുറവിളി കൂട്ടുന്ന. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഈ സംവരണം വന്നപ്പം, അത് പുനഃസംവിധാനം ചെയ്തപ്പം LDF സർക്കാർ അവർക്കൊരു 6% അവരുടെ സംവരണ തോത് വർദ്ധിപ്പിച്ചെങ്കിലും നാടാർ, ധീവര, വിശ്വകർമ്മ ഈ സമുദായങ്ങളുടെ സംവരണമൊന്നും വർദ്ധിപ്പിച്ചില്ല. എന്നിരുന്നാലും ഈ ഓരോ ജാതിക്കുമായി സംവരണം കൊടുക്കണം എന്ന് ഞാൻ കണ്ടെത്താൻ കാരണം, പട്ടികജാതി പട്ടികവർഗത്തിലെ വിവിധ വിഭാഗങ്ങൾ
ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ പട്ടികവർഗത്തിലെ ഒരു സമുദായം, ആ സമുദായത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഈ പൊതുസമൂഹത്തേക്കായി എത്രയോ മുമ്പിൽ നിൽക്കുന്ന, അതെ 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 അതെ, അവരെങ്ങനെ പട്ടികവർഗത്തിൽ വന്നു എന്നുള്ളത് നമുക്ക് അതിശയം തോന്നും. അതേ സമയത്ത് പട്ടികവർഗത്തിലെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്നതും ജനസംഖ്യയിൽ കൂടുതലുള്ള പണിയ സമുദായത്തിന് അതിൻ്റെ ഒരു ഗുണവും കിട്ടുന്നില്ല. എല്ലാം ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾ തട്ടിക്കൊണ്ടു പോവുക. ഇതേപോലെ തന്നെ പട്ടികജാതി ലിസ്റ്റിലാണ് വേടർ സമുദായം. അങ്ങനെ നിരവധി സമുദായങ്ങളുണ്ട്. ഇവിടുത്തെ പുലയനും തണ്ടാനും വേലനും സാമ്പവനും ഒക്കെ കിട്ടുന്നത് പോലെ അവർക്ക് കിട്ടുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പട്ടികജാതിയിൽ തന്നെ പെട്ട ആളുകളെ, ഏറ്റവും പിന്നണിയിൽ കിടക്കുന്നവരെ നമ്മളല്ലേ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അല്ല, അവർക്ക് വിദ്യാഭ്യാസപരമായി ഉയർന്നു വരുന്നതിന് വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ സാമൂഹ്യ മാറ്റത്തിൽ. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് അതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിഗണന കൊടുത്ത് കൊണ്ടുവരുന്നതല്ലയോ കൂടുതൽ ഉചിതം ഈ സബ് ക്ലാസിഫിക്കേഷനേക്കാൾ? അല്ല, അങ്ങനെ പ്രത്യേക പരിഗണന കൊടുക്കാൻ ഉദ്യോഗ നിയമനത്തിന് അത് പറ്റത്തില്ലല്ലോ. എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇനി ഏത് രീതിയിലായാലും ശരി, ഇതുണ്ട്. പട്ടികജാതിയിലെ വിവിധ ഉപജാതികളെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന പാവങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നേ പറ്റൂ. അവരെ ചവിട്ടി താഴ്ത്തി ഇടാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ തിബറ്റിൽ പോയപ്പം എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ കേണൽ വിശ്വനാഥൻ, അദ്ദേഹം അന്ന് അവിടെ ജോലി ചെയ്യുക. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു ഗ്രാമത്തിൽ പോകാം, പട്ടികജാതിക്കാരായ ആ ഗ്രാമത്തിൽ 5 പേര് IAS IPS ഉണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്ന് പരിചയപ്പെട്ടപ്പോൾ എന്തുവാ, അവർ പട്ടികവർഗക്കാരൊന്നുമല്ല, പട്ടികവർഗക്കാരാ. അപ്പം ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗമാണ്, ബോർഡറാണ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അപ്പം അവർ പട്ടികവർഗക്കാരല്ലാതെ എങ്ങനെ അവർക്ക് കിട്ടിയെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഏതെങ്കിലും ഒരു പ്രദേശം പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ ആ ജനങ്ങളെ മുഴുവൻ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് ആ ഏരിയ, അൺഡെവലപ്ഡ് ഏരിയ മൊത്തം കംപ്ലീറ്റ് ട്രൈബൽ ഏരിയ ആയിട്ടങ്ങ് പ്രഖ്യാപിക്കും. ട്രൈബിനുള്ള എല്ലാ ആനുകൂല്യവും അവർക്ക് കിട്ടും. പക്ഷെ കിട്ടുന്ന ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ വേറെ ഒരാൾക്കായിരിക്കും. ഞാൻ ഒരു പേര് പറഞ്ഞതേ മനസ്സിലായി. അപ്പം അങ്ങനെ പട്ടികവർഗക്കാർക്ക് കൊടുത്തപ്പോൾ ലക്ഷദ്വീപ്, കേരളത്തിലെ SSLCയുടെ കീഴിലല്ലയോ അവരെഴുതുന്നത്, നമ്മുടെ ഡയറക്ടറേറ്റിൻ്റെ പരീക്ഷാ കമ്മീഷൻ്റെ കീഴിലാണ് എഴുതുന്നത്, പരീക്ഷാ ഡയറക്ടറേറ്റിൻ്റെ കീഴിലാണ് എഴുതുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ചെറുപ്പത്തിൽ ഹരിജൻ യൂത്ത് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി പരീക്ഷാ കമ്മീഷൻ ഓഫീസിൽ നിന്ന് ലിസ്റ്റ് വാങ്ങിച്ച്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച പട്ടികവർഗക്കാരുടെ ലിസ്റ്റ് വാങ്ങിച്ചപ്പം കുറേ മുസ്ലിം കുട്ടികളുടെ പേര്. അപ്പം ഞാൻ ചോദിച്ചത്, എന്തോ ഇത്? അത് അവർ ട്രൈബാണ്, ലക്ഷദ്വീപ്. പക്ഷേ അവർ ട്രൈബാണോ എന്ന് ചോദിച്ചാൽ, ഈ ഭരണഘടനാ പ്രകാരം അവർ ട്രൈബാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെയുണ്ട്. അപ്പം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിനൊന്നും നമുക്ക് എതിർപ്പൊന്നുമില്ല, ബ്രാഹ്മണന് കൊടുക്കുന്നതിനും എതിർപ്പില്ല. ഹിമാചലിൽ വന്നത് അങ്ങനെയാണ്. ആ ഹിമാചൽ വന്നല്ലോ അങ്ങനെ. ഹിമാചൽ പ്രദേശ് ട്രൈബ് സ്റ്റേറ്റാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ട്രൈബ് സ്റ്റേറ്റാണല്ലോ. അതുകൊണ്ടല്ലേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ഏത് നിയോജകമാണ് ഇപ്പോൾ ഏതെടുത്ത് നോക്കിയാലും ട്രൈബ് മണ്ഡലമല്ല ഉള്ളൂ, അല്ലാത്ത മണ്ഡലമില്ല. അസംബ്ലി മണ്ഡലങ്ങളല്ല, അതല്ല ഉള്ളത്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ ഭരണഘടനയുടെ തന്നെ ഒരു വൈരുദ്ധ്യവും നിയമപരമായിട്ട് ഉള്ള ചില കുഴപ്പങ്ങളും ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മൾ പട്ടികവർഗക്കാരുടെ സംവരണ അവകാശങ്ങളെക്കുറിച്ചും മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കുമ്പോൾ ഈ സമൂഹത്തിലെ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളെ, ഇപ്പോൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ നമ്മൾ വിചാരിക്കും ഇവരെയൊക്കെ എന്തിനാണ് ട്രൈബിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ കമ്മീഷനായിരുന്ന ഗവൺമെൻറ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന മീണയിൽ, ടിക്കാറാം മീണ, അയാൾ തൃശ്ശൂർ കളക്ടറായിരിക്കുന്ന കാലം പോലെ എനിക്കറിയാം. അദ്ദേഹം ട്രൈബാണ്. പക്ഷേ രാജസ്ഥാനിലെ ഏറ്റവും സമ്പന്നമായ ഒരു വിഭാഗം. പക്ഷെ അതിലെ കുറേ ആളുകൾ ഞങ്ങൾ ട്രൈബാണ്
എന്നുള്ള ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്. അതെ അതെ അതെ. ആ അപ്പം ഈ രീതിയിൽ ട്രൈബിനെ നിശ്ചയിക്കുന്നതും കാസ്റ്റിനെ നിശ്ചയിക്കുന്നതും കൊണ്ട് കാസ്റ്റിന് സംരക്ഷണമില്ല. ഇപ്പോൾ പട്ടികവർഗമാണെന്ന് വരിക, അവരേത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും പട്ടികവർഗത്തിൻ്റെ ആനുകൂല്യം കിട്ടും. അതെ അതെ. അവരേത് മതമായാലും ഏത് ജാതിയായാലും ശരി. അതേസമയത്ത് പട്ടികജാതിക്കാർക്ക് ആ സംരക്ഷണമില്ല, കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും കിട്ടണം എന്നുള്ള ഒരാഗ്രഹത്തിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അവരാരുമില്ല. എത്ര വേടർ സമുദായക്കാർ പട്ടികജാതി പട്ടികജാതി ഒരു 4 or 5 അല്ലെങ്കിൽ 10, മാക്സിമം 10 സമുദായങ്ങൾ ഒഴിച്ച് പല സമുദായങ്ങൾക്കും പട്ടികജാതിക്കാരുടെ ഉദ്യോഗ സംവരണവും ഒന്നും കിട്ടുന്നില്ല. അതിനൊരു പരിഹാരം ഉണ്ടാകണം. അതിന് എന്ത് പേര് കൊടുത്താലും, വർഗീയത എന്ന് പറഞ്ഞാലും ഇനി ഏത് പറഞ്ഞാലും ശരി, അതിനെ ചോദ്യം ചെയ്യുക തന്നെയും. അതിനൊരു പരിഹാരം ഉണ്ടാകണം, അത്രയേ ഉള്ളൂ. പട്ടികജാതി പട്ടികവർഗക്കാരെ വിഭജിക്കാൻ ഞങ്ങൾ ശ്രമിക്കത്തില്ല. കേരള ദലിത് ഫെഡറേഷനകത്ത് ഉള്ള ഒരു പട്ടികജാതി പട്ടികവർഗക്കാരനും ഏത് ജാതിയാണെന്ന് പോലും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങളങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. ഒരു പൊതു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ അത്രയും. മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി ഈ അടുത്ത സമയത്ത് വന്നത്, ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി ആനുകൂല്യം നൽകാൻ പാടില്ല. ഇപ്പോൾ കേരളത്തിലും ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ കുറേ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേക സംവരണം കൊടുക്കണമോ, പട്ടിക ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൊടുക്കണമോ എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. KDFൻ്റെ അതിനകത്തുള്ള ഒരു നിലപാടെന്താ? KDFൻ്റെ അഭിപ്രായം, ഇവിടെ മുന്നോക്ക സമുദായങ്ങൾക്ക് 10% സംവരണം കൊടുത്തല്ലോ. ആ സംവരണം കൊടുക്കുമ്പോൾ മണ്ഡൽ കമ്മീഷൻ വിധി ഇവിടെ നിലയിക്കുക. മണ്ഡൽ കമ്മീഷൻ വിധിക്കകത്ത് പറഞ്ഞിരുന്നു സംവരണം 50% കൂടരുതെന്ന്. മുന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം വന്നപ്പോൾ 60 അതുകൊണ്ട് ദലിത് ക്രൈസ്തവർക്ക് അവരുടെ ഇന്ത്യയിലെ ജനസംഖ്യ അനുസരിച്ച് അവർക്ക് സംവരണം കൊടുക്കണം എന്നുള്ളതാണ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എന്തെല്ലാം അവകാശമുണ്ടോ, അസംബ്ലിയിലും പാർലമെൻറ്റിലും മറ്റ് ഭരണ സംവിധാനങ്ങളിലും ഒക്കെ അവകാശമുണ്ടോ, അതിനെല്ലാം ദലിത് ക്രൈസ്തവർ അതിന് അർഹരാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ, ചെന്നൈ ഹൈക്കോടതിയുടെ വിധി തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനൊരു വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് വർഷങ്ങളായിട്ട് കേസ് നിലനിൽക്കുകയാണ്. ദലിത് ക്രൈസ്തവരുടെ പട്ടികജാതി പങ്കാളിത്തത്തെക്കുറിച്ചും അല്ലെ അവരുടെ പ്രത്യേക അവകാശത്തെക്കുറിച്ചും പാർലമെൻറ്റിൽ നിയമം വന്നു. ആ സമയത്ത് കേസ് നിൽക്കുന്ന, വർഷങ്ങളായിട്ട് ആ കേസ് നിൽക്കുക. ആ കേസ് നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതിക്ക് താഴെയുള്ള ഒരു ഹൈക്കോടതി, ഭരണഘടനാ കോടതിയാണ്, അവർക്ക് വിധി പ്രഖ്യാപിക്കാം. അതിന് തെറ്റൊന്നുമില്ല, നിയമപരമായി ഒരു തെറ്റും പറയാനൊക്കത്തില്ല. പക്ഷേ ഒരു പൊതുമര്യാദ, സുപ്രീം കോടതിയിലൊരു കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ കാര്യത്തിൽ ഇങ്ങനെ പാടില്ല എന്നൊരു നിലപാട് മദ്രാസ് ഹൈക്കോടതി എടുത്തത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ അടുത്ത സമയത്തും ഇപ്പോഴും വളരെ ചൂടേറിയ ഒരു ചർച്ചയാണ് റാപ്പ് സംഗീതകാരനായിട്ടുള്ള വേടൻ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കേസും അതിനെ തുടർന്ന് ഉണ്ടായ ചർച്ചയും, അതിനെ തുടർന്ന് അദ്ദേഹം പൊതുവേദികളിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെതിരായി സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ജാതി അധിക്ഷേപവുമായിട്ടാണ് അവർ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നത്. ആ അധിക്ഷേപം പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, കേരളീയ പൊതുസമൂഹത്തിൽ ഈ ജാത്യ അധിക്ഷേപത്തെ അംഗീകരിക്കുന്ന ആളുകൾ വളരെ പരസ്യമായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരള നവോത്ഥാന സമിതിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ദളിത് ഫെഡറേഷൻ്റെ ദീർഘകാലത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു അനുഭവം വെച്ചും വാസ്തവത്തിൽ കേരളത്തിൻ്റെ പുരോഗമന മുഖം എന്ന് പറയുന്നത് അത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു മുഖമാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? കേരളത്തിൽ അങ്ങനെ പുരോഗമനം മുഖമൊന്നുമില്ല. അത് ചുമ്മാതെ കെട്ടിപ്പൊക്കി ഓരോരുത്തർ ചുമന്ന് പറയുന്ന, അതായത് ഈ ജാതി മാത്രമല്ല, ഏതൊരു കാര്യത്തിനും പ്രകടമല്ലാത്ത ഏതിനെയും നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം. ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് നമ്മളോട് മറ്റൊരു രീതിയിൽ പെരുമാറുന്ന ഇതിനെയാണ് സൂക്ഷിക്കുന്നത്. കേരളത്തിൽ ജാതി വിവേചനം കുറഞ്ഞിട്ടുണ്ട്. അത് കുറഞ്ഞത്
കുറേ ആളുകളുടെ സൽമനോഭാവം കൊണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ഉപരി കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യയിലെ നിയമനിർമ്മാണം. 2, പൊതുസമൂഹം അതിന് പിന്തുണ കിട്ടത്തില്ല. പട്ടികവർഗക്കാരെ ആക്രമിക്കുകയും ജാതീയമായി അപമാനിക്കുകയും ചെയ്ത പൊതുസമൂഹം പരസ്യമായി അതിന് പിന്തുണ കിട്ടത്തില്ല. 3, അതിലെല്ലാം ഉപരി പട്ടികവർഗക്കാർ സ്വയം പ്രതിരോധത്തിന് ഇന്ന് പ്രാപ്തരാണ്. അതാണ് പ്രധാനം. അങ്ങനെ പ്രാപ്തരല്ലാത്ത ആളുകൾ എവിടെ ഉണ്ടോ അവനെല്ലാം അർജി എഴുതി കൊണ്ട് നടക്കും. ഞാനിപ്പോൾ ഓർക്കുക, ശ്രീ ഇ കെ നയനാർ ഏറ്റവും അവസാനം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് വെങ്ങാനൂരിൽ അയ്യങ്കാളി സ്മൃതി മണ്ഡപം പുതുക്കി എല്ലാം ഒന്ന് പണി. അപ്പോൾ ഞാനും അതിനകത്തൊക്കെ ഒരു വലിയ പങ്ക് വഹിച്ചതാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഇ കെ നയനാർ. അദ്ദേഹത്തിൻ്റെ ഒരു ഉജ്ജ്വലമായ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. കുറച്ച് പ്രസംഗമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ്, അയ്യങ്കാളി പള്ളിക്കുടുത്തി പോയിരുന്നത് നന്നായി, പോയിരുന്നെങ്കിൽ അദ്ദേഹം ഹർജി എഴുതിക്കൊണ്ട് നടന്നേനെ. പക്ഷെ അദ്ദേഹം ധാരാളം ഹർജികൾ കൊടുത്തിട്ടുണ്ട്. അല്ല അല്ല അദ്ദേഹത്തിന്റെ സംസ്കൃതമായ ശൈലിയിൽ അതെ അതുകൊണ്ട് അദ്ദേഹം ഹർജി എഴുതാതെ അടി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സമൂഹത്തെയും ചുറ്റുപാടുകളും മോശമായി പെരുമാറിയവനെല്ലാം അടി കൊടുത്ത് അത് നടക്കാതെ ഇവിടെ ഒന്നും ശരിയാകത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം വെറും ഒരു വാക്കുകൊണ്ട്, നയനാരുടെ ആ ഒരൊറ്റ വാക്കുകൊണ്ട് എത്ര വലിയൊരു സന്ദേശം അദ്ദേഹം നൽകിയത്. തീർച്ചയായിട്ടും വലിയൊരു സന്ദേശമാണ് നൽകിയത്. നിങ്ങൾ അയ്യങ്കാളിയിലേക്ക് തിരിച്ചു പോകൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ജനസമൂഹത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ പറയുന്നത് നിങ്ങൾ അയ്യങ്കാളിയിലേക്ക് തിരിച്ചു പോകൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെയൊന്നും ആരും. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് ഈ ദളിത് സംഘടനക്കാരോടും ദളിത് നേതാക്കന്മാരോടും പറയാനുള്ളത്, രാവിലെ മുതൽ സവർണാധിപത്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. നമുക്കിതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി വേണം. നമ്മളിത് അംഗീകരിക്കരുത്. നമ്മൾ ജാതിയെ ആദ്യം ബഹുമാനിക്കും നമ്മൾ നിർത്തണം. നമ്മൾ നെഞ്ച് നിവർത്തി നട്ടല്ലുയർത്തി ആത്മാഭിമാനത്തോടു കൂടി നിൽക്കാൻ പഠിക്കണം. നമ്മളെ എന്ത് ചെയ്യാനാ? ഒരു പുല്ലും ആരും നമ്മളെ ചെയ്യാനില്ല. ചെയ്യാനുണ്ടെങ്കിൽ അങ്ങോട്ടും ചെയ്യാനുണ്ട്. വൺ വേ ട്രാഫിക് ഒന്നുമല്ല. അപ്പോൾ അതിനുള്ള ആർജവമാണ് ആദ്യം വേണ്ടത്. അതിനെന്താ വേണ്ടത്? അതിന് നവോത്ഥാന നായകരെക്കുറിച്ച് പഠിക്കണം, അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കണം, അംബേദ്കറെക്കുറിച്ച് പഠിക്കണം, അയ്യാ വൈകുണ്ഠസ്വാമിയെക്കുറിച്ച് പഠിക്കണം, പൊയ്യയിൽ അപ്പച്ചനെക്കുറിച്ച് പഠിക്കണം. പഠിച്ചിട്ട് ആ പാത പിന്തുടരണം. അവരുടെയൊക്കെ ചരമവാർഷികവും ജന്മദിനവും വരുമ്പം പുഷ്പാർച്ചന നടത്തുകയും വിളക്ക് കത്തിക്കുകയും ചെയ്താൽ മാത്രം പോരാ, സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യണം. അതാണ് ആർജവം. അല്ലാതെ ഇവിടെ കേരളത്തിൽ അങ്ങ് സോഷ്യലിസം അങ്ങ് തോട്ടിക്കൂടെ ഒഴുകുകയാണ്, ഇവിടെ ജാതിയും മതവും ഒന്നും ഇല്ല എന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ ഒളിച്ച് കടത്തിക്കൊണ്ടിരിക്കുക. ജാതീയമായ വിവേചനം ഇവിടെ ഉണ്ട്. ആ ജാതീയമായ വിവേചനം ഏറ്റവും കൂടുതലുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ നിന്നും വിമുക്തമല്ല. പട്ടികവർഗക്കാർക്ക് അർഹമായ രാഷ്ട്രീയ അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിയും നൽകിയിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും നമ്മളൊക്കെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിൽ, ആ പ്രസ്ഥാനങ്ങളിൽ, ഞാൻ ഇന്നൊരു പാർട്ടിയിലും മെമ്പറല്ല. ഞാൻ കോൺഗ്രസ്സിലായിരുന്ന കാലത്ത് ശക്തമായി ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പാർട്ടിയിലും ഉള്ളവർ ആ പാർട്ടിയിൽ നിന്ന് പോരാടണം. അതല്ലെങ്കിൽ എടുത്ത് തോട്ടി കളഞ്ഞേച്ച് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി നെഞ്ചുറപ്പോടുകൂടി രംഗത്ത് വരാൻ തയ്യാറാകണം. അതാ വേണ്ടത്. അല്ല നമ്മൾ എന്നും വിലപിച്ച് അപേക്ഷ എഴുതിക്കൊണ്ട് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. അല്ല, ഈ സാമൂഹിക മാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ്. സ്വാഭാവികമായി ഈ നവോത്ഥാന നായകന്മാരുടെ അവരുടെ ചരിത്രം, അവരുടെ ജീവചരിത്രം, അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ബോധപൂർവം ഉൾപ്പെടുത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. പാഠ്യപദ്ധതിയിൽ അത് ആവശ്യമാണ്. ഞാൻ ഇപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ബാബുവിൻ്റെ തന്നെ ഇത് സംബന്ധിച്ച്
പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയുടെ ജന്മദിനത്തിന്, അതുപോലെ തന്നെ പൊയ്യേലപ്പച്ചൻ്റെ, പിന്നെ വൈകുണ്ഠസ്വാമി, അങ്ങനെ പലരുടെയും. അപ്പോൾ ആ അനുസ്മരണത്തിനൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം പറയുന്നുണ്ട്. സാമൂഹ്യപരമായ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസപരമായി മുമ്പിൽ വരണം. അതിന് യാതൊരു സംശയവും വേണ്ട. അതിരുകളില്ലാത്ത വിദ്യാഭ്യാസം വേണ്ട. ആ കാര്യത്തിൽ ഞാൻ ഈ പിണറായി സർക്കാരിനെ അഭിനന്ദിക്കുക. കാര്യം ഒരു 1500ഓളം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളാണ് ഇന്ത്യക്ക് വെളിയിൽ പോയി പഠിച്ചത്. അപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ അങ്ങേ നിയമസഭാ സമ്മേളനത്തിൽ നമ്മുടെ കുട്ടികളെയെല്ലാം വിദേശത്തേക്ക് അയച്ച് പഠിപ്പിക്കുന്നു, നമുക്ക് ഇവിടെ എന്താണ് പഠിപ്പിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് അസംബ്ലിയിൽ പ്രതിപക്ഷം കിടന്ന് മുറവിളി കൂട്ടുന്നു. അതിന് ആർജവത്തോട് മറുപടി പറയാൻ ഭരണപക്ഷത്തുള്ള ഒരാളിനെ പോലും ഞാൻ കണ്ടില്ല. ഇവിടെ സൗകര്യമില്ലാത്ത കോഴ്സുകൾക്ക് വിദേശത്ത് ഞങ്ങൾ കുട്ടികളെ അയച്ച് പഠിപ്പിക്കുകയാണ്. ഒരു കുട്ടിയെ അയച്ച് പഠിപ്പിക്കുന്നതിന് 25 ലക്ഷം രൂപ ആവും. 1/4 കോടി രൂപ ഒരു കുട്ടിക്ക്. 1000-ൽ പരം കുട്ടികളാണ് വെളിയിൽ പഠിക്കുന്നത്. അത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാകുന്നത്. അംബേദ്കറും KR നാരായണനും ഒക്കെ വിദേശത്ത് പോയി പഠിച്ചാണ്. ബാക്കിയുള്ള ആളുകളുമായിട്ട് സഹകരിക്കുമ്പോഴേ നമ്മുടെ രാജ്യം എങ്ങനെയാണ്, ലോകം എങ്ങനെയാണ് എന്ന് മനസ്സിലാകത്തുള്ളൂ. അവിടുന്ന് കിട്ടുന്ന അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മാത്രമല്ല ലോകപരിചയം എന്ന് പറയുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിലെല്ലാം ഉപരി സാമൂഹ്യപരമായ എല്ലാ മാറ്റത്തിനും ഏറ്റവും അത്യന്താപേക്ഷിതം വിദ്യാഭ്യാസമാണെങ്കിലും ഇതെല്ലാം നടപ്പിലാവണമെങ്കിൽ നമുക്ക് വേണ്ടുന്നത് രാഷ്ട്രീയ അധികാരമാണ്. ആ രാഷ്ട്രീയ അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ നടപ്പിലാക്കാൻ കഴിയൂ. ദളിത് വിഭാഗം ഇപ്പോഴും വേണ്ടത്ര രാഷ്ട്രീയ പ്രാതിനിധ്യം ഇല്ലാത്തവരും ആ രാഷ്ട്രീയ അധികാരം കൈയാളാൻ വേണ്ടത്ര നിലയിലേക്ക് എത്താത്തവരുമാണെന്നുള്ള അഭിപ്രായമാണോ ഉള്ളത്? ഈ അടുത്ത കാലത്ത് ഇയാൾ കൊടിക്കുന്നിൽ സുരേഷ് KPCCയിൽ ഇത്ര അധ്യക്ഷന്മാരുടെ ചിത്രം KPCC ആഫീസിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു പട്ടികജാതിക്കാരൻ്റെ പടമില്ലെന്ന് പറഞ്ഞു. അതിനകത്ത് ന്യായമുണ്ട്. ഇതിനകത്തൊരു ന്യായമുണ്ട്. പക്ഷേ ഇത് KPCCയുടെ മാത്രം വിഷയമല്ല. ഇത് CPM-നും CPI-ക്കും എല്ലാ പാർട്ടികൾക്കും ബാധകമാണ്. ഇപ്പം ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, CPM-ൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനം ഇതെല്ലാം കഴിഞ്ഞ് CPM-നെ പോലൊരു പാർട്ടിയിൽ ഒരു വനിത എന്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി ആയില്ല? ഇപ്പം കോൺഗ്രസ്സിന് ഒരു വനിത ജില്ലാ പ്രസിഡൻ്റ് ആയാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എനിക്കറിയാം, കോൺഗ്രസ് കൊണ്ട് നടന്ന ഒരാളെന്നതിലെ. എന്നിട്ടും കൊല്ലത്ത് 2 ജില്ലാ പ്രസിഡന്റുമാർ നല്ല മിടുക്കികളായിട്ടുള്ളവരുണ്ടായിരുന്നു. ഒന്ന് പരിണിതപ്രജ്ഞയായ ശ്രീമതി സരസ്വതി കുഞ്ഞികൃഷ്ണൻ. അവർ അവരുടെ ഭർത്താവ് കളകര കുഞ്ഞികൃഷ്ണൻ വലിയ കോൺഗ്രസ് നേതാവായിരുന്നെങ്കിലും അവർ പാർട്ടിയിലൊന്നും സജീവമായി പ്രവർത്തിച്ചവരല്ല. അതേസമയത്ത് KSUവിലൂടെ പ്രവർത്തിച്ച് വളർന്നു വന്ന ബിന്ദുകൃഷ്ണൻ നല്ല നേതാവാണ്, DCC പ്രസിഡൻ്റായി. എന്നിട്ട് എന്തു സംഭവിച്ച്? അതുപോലെ MD പത്മ, M കമലം കോൺഗ്രസിനകത്തുള്ളതിനേക്കാൾ പ്രഗത്ഭരായ നേതാക്കന്മാർ, വനിതാ നേതാക്കന്മാരുള്ളത് CPM-ലാണ്. എന്തുകൊണ്ട് CPM ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരു വനിതയെ വെച്ചില്ല? CPM ഒരു ജില്ലാ സെക്രട്ടറിയെ വെച്ചാൽ ആ ജില്ലാ സെക്രട്ടറി പ്രവർത്തിച്ചില്ലേലും അവരുടെ ബ്രാഞ്ച് മുതൽ ജില്ല വരെ ചലിപ്പിക്കുന്ന ഇത്രയും കേഡറ്റുകളും പ്രവർത്തകരും സംഘടനാ ശേഷിയുള്ള ഒരു പാർട്ടി കേരളത്തിൽ വരെ ഉണ്ടോ? ജില്ലാ സെക്രട്ടറി ആക്കിയില്ലെങ്കിലും അതിൻ്റെ കമ്മിറ്റികളിൽ ഒരു കാര്യമില്ല. അതുപോലെ 14 ജില്ലാ സെക്രട്ടറിമാരിൽ ഒരു പട്ടികജാതിക്കാരനെ എന്തുകൊണ്ടും ജില്ലാ സെക്രട്ടറി ആക്കിയില്ല? എത്ര പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ട്, എത്ര അതികായകരായ നേതാക്കന്മാരുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ. ആരാ? K രാധാകൃഷ്ണൻ. അല്ല, ഞാൻ പറയാം, പണ്ടായ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഈ സമ്മേളനം നടന്നപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു.
പണ്ട് പിന്നെ കേശവൻ MK കേശവനായിട്ടുണ്ട്, അല്ല MK കേശവനല്ലല്ലോ, വി കേശവൻ ആലപ്പുഴയിലായിട്ടുണ്ട്, രാധാകൃഷ്ണനായിട്ടുണ്ട്, അങ്ങനെ അപൂർവമായിട്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ജില്ലാ സെക്രട്ടറിമാരായി ഇരിക്കാൻ കേരളത്തിൽ ഒരു 10 പേരെങ്കിലും യോഗ്യരായ ആളുകളുണ്ട്. 10 പേരെ ആക്കണ്ട, ഒരാളിനെ ആക്കാരുന്നല്ലോ. എന്തുകൊണ്ട് അവർ ചെയ്തില്ല? അതുകൊണ്ട് CPI അവരുടെ സമ്മേളനം നടക്കുക വേണ്ട. നിങ്ങൾക്ക് ഒരു പക്ഷേ ബാബു വന്മനയ്ക്കൊന്നും അറിയത്തില്ലായിരിക്കും, അറിയത്തില്ലെന്നല്ല, ഞാൻ PK കുഞ്ഞച്ചൻ, MK കൃഷ്ണൻ തുടങ്ങിയ നേതാക്കന്മാരും ഒക്കെ ആയിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ്. ഞാനൊരിക്കൽ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഒരു വലിയ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ അവിടെ ചെന്നിറങ്ങി, ഞാനത് കാണണം. അപ്പോൾ ആ പ്രദേശത്തെ CPMകാർ വന്ന്, ഞാൻ ചെന്നുടനെ തന്നെ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇവിടെ MK കൃഷ്ണ സഖാവ് ഒരു യാത നയിച്ചു വരുന്നുണ്ട്, അന്നേരം പ്രസംഗിക്കരുത്, കുറച്ച് നേരം ഒന്ന് നിർത്തി വയ്ക്കണമെന്ന്. അപ്പോൾ അവിടെ കോൺഗ്രസ്സുകാരും CPMകാരും ഒരു സംഘർഷത്തിൻ്റെ ഇത് നിൽക്കുക. ഭാഗ്യത്തിന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ യാത വന്നത്. ഞാൻ പ്രസംഗം നടത്തി അദ്ദേഹവും വലിയൊരു ഔചിത്യം കാണിച്ച്, അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് ആരും പ്രസംഗിച്ചില്ല, അദ്ദേഹം മാത്രം പ്രസംഗിച്ച് സ്വീകരണം വാങ്ങിച്ച് അദ്ദേഹം പിന്നെ പോയി. അതുപോലെ PK കുഞ്ഞച്ചൻ, അദ്ദേഹം ഈ AK സെൻറ്ററിൽ താമസിക്കുന്നു, MLA ക്വാർട്ടേഴ്സിൽ വന്ന മിക്കവാറും ഭക്ഷണം കഴിക്കുന്നു. ഞാനും ഒരു 80 മുതൽ 90 കാലഘട്ടത്തിലൊക്കെ MLA ക്വാർട്ടേഴ്സിൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ AK ബാലൻ, ഇവരൊന്നും ചെറിയ നേതാക്കന്മാരൊന്നുമല്ല. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ വലിയ ത്യാഗത്തിൻ്റെ കഥകളുണ്ട്, പോരാട്ടത്തിൻ്റെ കഥകളുണ്ട്. അവരൊക്കെ സംസ്ഥാന സെക്രട്ടറി ആകാൻ യോഗ്യതയുള്ളവരാ. അതുപോലെ CPIയിലും വേണ്ട, RSP അത് ജന്മമെടുത്ത് ഇന്ന് വരെ ആ പാർട്ടി ഒരു പട്ടികജാതിക്കാരനെ മന്ത്രിയാക്കിയിട്ടുണ്ടോ? ഈ പാർട്ടികളെയൊക്കെ വിമർശിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ യോജിക്കാൻ കഴിയും? അതുപോലെ തന്നെ കോൺഗ്രസ്, കൊടിക്കുന്നിൽ സുരേഷിനെ ഞാനൊരു ചർച്ചയിൽ നിശിതമായി വിമർശിച്ച് അത് ഒരുപാട് വൈറലായി ഒക്കെ ചെയ്ത്, അത് കൊടിക്കുന്നിൽ സുരേഷിനെ വിമർശിച്ചെന്ന് പറയുന്ന പട്ടികജാതിക്കാരുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് മുതൽ AICC പ്രസിഡന്റ് വരെ ഉണ്ടെങ്കിലും അത് അയാൾക്ക് വേണമെന്ന് അയാൾ പറയുന്നത്, വേറെ ആരുടെയും പേരയാൾ, ആ ഒരു വിരോധമേ ഉള്ളൂ. അയാൾ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് തീർത്തും ശരിയാണ്. ഒരു പട്ടികജാതിക്കാരൻ, കേരളത്തിൽ നിരവധി നേതാക്കന്മാരുണ്ട്, KPCC പ്രസിഡന്റ് ആയാലും ഇന്ദിരാഭവൻ ഇടിഞ്ഞു വീഴൂ? ഒരിക്കലും ഇല്ല. മല്ലികാർജ്ജുന ഖാർഗെ ആണല്ലോ കോൺഗ്രസ് കമ്മിറ്റിയുടെ. പിന്നെ എന്തുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, AICC പ്രസിഡന്റുമാരായിട്ടും PCC പ്രസിഡന്റുമാരായിട്ടും ഗവർണർമാരായിട്ടും മുഖ്യമന്ത്രിമാരുമായിട്ടൊക്കെ കുറേയെങ്കിലും വന്നിട്ടുള്ളത് കോൺഗ്രസിൽ നിന്നാണ്. വേണ്ട, ഇപ്പം ഞാൻ KDMFൻ്റെ സംസ്ഥാന സമ്മേളനം തിരൂരിൽ നടന്നപ്പം ഞാൻ എഴുതി തയ്യാറാക്കിയ പ്രമേയമായിരുന്നു. അത് BJPയുടെ ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിച്ചപ്പം 4 ജില്ലാ പ്രസിഡന്റുമാർ വനിതകളായിരുന്നു, 2-3 ജില്ലാ പ്രസിഡന്റുമാർ പട്ടികജാതിക്കാരുണ്ട്. അപ്പോൾ ഈ പ്രമേയമെല്ലാം ഞാൻ തയ്യാറാക്കി ഇതൊന്ന് നോക്കാനായിട്ട് ഡോക്ടർ വിനീത വിജയനിലേക്ക് കൊടുത്തു. വിനീത വിജയൻ പൊക്കി എടുത്തുകൊണ്ട് വന്ന് വെച്ചാൽ എൻ്റെ അടുത്ത്, സാറേ അയ്യോ ഇത് BJP അനുകൂലിക്കും. ഞാൻ പറഞ്ഞു BJP അനുകൂലിക്കുന്നതെന്ന്. ഇത് രാഷ്ട്രീയാധികാരം വീതം വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ല BJP അനുകൂലിച്ചുണ്ടല്ല. അവർ ചെയ്തത് ശരിയല്ലയോ, നമുക്ക് നിഷേധിക്കാൻ പറ്റും. അയ്യോ സാറേ അതങ്ങനെ കൊടുക്കല്ലേ. വിനീത പറഞ്ഞതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കിയാ കൊടുത്തത്. ആ സത്യം അതല്ലയോ? BJP അനുകൂല പ്രസ്താവനയായിട്ട് വ്യാഖ്യാനിക്കാതിരിക്കാൻ വേണ്ടി അത് വ്യാഖ്യാനിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുക്കാതിരുന്നത്. യഥാർത്ഥത്തിൽ അവർ ചെയ്ത് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ്. അപ്പം അവർക്കിങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഈ ദലിത് വിരുദ്ധമെന്നും പിന്നോക്ക വിരുദ്ധമെന്നും ഒക്കെ പറയുന്നവർ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ പിന്നെ വലിയ ഗൂഢലക്ഷ്യം കാണും. ഞാൻ ഉള്ള കാര്യം പറയുമല്ലോ, എന്ത് ഗൂഢലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടത്
പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടത് രാഷ്ട്രീയ അധികാരവും പദവിയാണ്. അത് തരുന്ന ആരാന്ന് വെച്ചാൽ അവരുടെ കൂടെ തന്നെ നിൽക്കും, അതിന് യാതൊരു സംശയവുമില്ല. അല്ല, അതൊരു നിലപാടാണ്. പക്ഷേ ഇന്ത്യയിൽ നേരം എടുക്കുമെന്ന് പറഞ്ഞാൽ രാത്രി വരെ ആദർശവും പുഴുകി പാനിനകത്തിട്ട് കലക്കി കഴിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അല്ല, ഇന്ത്യയിൽ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. രാംനാഥ് കോവിന്ദും ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന അവസരത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ അരങ്ങേറിയത് BJP സർക്കാരിൻ്റെ കീഴിൽ. BJP സർക്കാരിൻ്റെ കീഴിലല്ല, ഡൽഹി ഏത് സർക്കാർ വന്നാലും ദലിത് പീഡനങ്ങൾ ഉണ്ടാവും. ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദലിതർ സംഘടിച്ച് അതിനെ ചോദ്യം ചെയ്യണം, അതിനെ പ്രതിരോധിക്കാനുള്ള. ഞാൻ ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്ന സമയത്തായിരുന്നു 77 അല്ലയോ? അതെ അതെ. ബീഹാറിൽ കുറേ ദലിതരെ ചുട്ടുകൊന്നത് ബീഹാറിൽ. അപ്പോൾ ഇന്ദിരാഗാന്ധി പ്രതിപക്ഷത്താണ്. അവിടെ ഈ ചതുപ്പും ചെളിയും ഒക്കെ ഉള്ളതുകൊണ്ട് ആ പ്രദേശത്തോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട്, വാഹനങ്ങളൊന്നും പോകാത്തതുകൊണ്ട് ഇന്ദിരാഗാന്ധി ആനപ്പുറത്ത് കയറിപ്പോയി. അന്ന് വലിയ വാർത്തയായിരുന്നു ലോകം മുഴുവൻ. പിന്നീട് ഞാൻ അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോഴേ, എന്താ കാര്യം, ഈ ആളുകൾ അന്ന് വരെ ആ നാട്ടിൽ ചെരുപ്പിട്ട് നടന്നില്ല, മീശ വെച്ച് നടന്നില്ല, അവിടുത്തെ ക്ഷേത്രത്തിൽ കയറിയില്ല, ഷർട്ട് ധരിച്ചില്ല. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ ആളുകളെ ചുട്ടരിച്ച്. പണ്ട് രൺവീർ സേന എന്നും പറഞ്ഞ് UP-യിലുമൊക്കെ സവർണരുടെ ഊണ്ടാ പട്ടാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും അന്നും ഇല്ലല്ലോ. എന്താ ഇറങ്ങാത്തത്? ശക്തമായ ദളിത് പ്രസ്ഥാനങ്ങൾ, കേരളത്തേക്കായി ശക്തമായ ദളിത് പ്രസ്ഥാനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. അവർ പ്രതികരിക്കും. കരുത്തന്മാരായ MLA-മാരുണ്ട്. അവരേത് പാർട്ടിയിൽ നിന്നാലും അവർ പ്രതികരിക്കും. ആ രീതിയിൽ ഇന്ന് ഇന്ത്യ മാറിയിട്ടുണ്ട്. അങ്ങനൊന്നും BJP അല്ലെങ്കിൽ ആര് ഭരിച്ചാലും ശരി ദലിതരെ കൊന്നൊടുക്കാമെന്ന്. പിന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജാതീയമായി ദലിതരെ അങ്ങനെ ആക്രമിക്കണ്ട, കൊല്ലണ്ട എന്ന് ചിന്തിക്കുന്ന, അപമാനിക്കണ്ട, താഴ്ത്തിക്കെട്ടണ്ട എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ മറ്റിതര സമുദായങ്ങളിലുണ്ട്. അപ്പം പണ്ട് ദലിതരിറങ്ങിയാൽ അവർ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ അതല്ല, എവരും ഉണ്ടാവും. പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മറ്റ് മതേതര പ്രസ്ഥാനങ്ങളും ഒക്കെ ശക്തമല്ലേ ഇന്ത്യയിൽ. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിലോട്ട് അതങ്ങനെ കെട്ടിവെച്ച് അത് അവരുടെ സൃഷ്ടി മാത്രമാണ് എന്ന് നമ്മൾ സ്ഥാപിക്കണ്ട. അല്ല, അങ്ങനെ സ്ഥാപിക്കുന്നില്ല. നമ്മൾ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്വയം ശക്തി ആർജിച്ച്, പട്ടികജാതി പട്ടികവർഗക്കാർ സ്വയം ശക്തി ആർജിച്ച് ഇതിനെ പ്രതിരോധിക്കാനും നമ്മുടെ ഏറ്റവും വലിയ ആയുധം, അതിപ്പം അയ്യങ്കാളിയുടെ കാലത്ത് അയ്യങ്കാളിപ്പട, അടിക്കടി ഇടിക്കിടി, കുത്തിന് കുത്ത്, വെട്ടിന് വെട്ട്, അന്നൊക്കെ അത് ചിലവാകും. ഇന്ന് അതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾ ആരെയും അടിക്കാൻ പോകണ്ട, ആരെയും കൊല്ലാൻ പോകണ്ട. നിയമമുണ്ട്. നമ്മുടെ ഭാരതീയരെല്ലാം ഒരു നിയമവ്യവസ്ഥിതിയുടെ, ഒരു ഭരണഘടനയുടെ കീഴിലാണ് ജീവിക്കുന്നത്. എല്ലാ നിയമങ്ങളും നമുക്ക് അനുകൂലമാണ്. ആ നിയമങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ ആ നിയമത്തിനെ എല്ലാം സൃഷ്ടിക്കുന്ന സംസ്ഥാന സർക്കാരുകളെയും അതുപോലെ തന്നെ പാർലമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയൊക്കെ സൃഷ്ടിക്കുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശമായ വോട്ടവകാശമാണ്. അതിനേക്കായി വലിയൊരായുധം ഇന്ന് ഇന്ത്യയിൽ ജനിച്ചിട്ടില്ല. അത് തീർച്ചയായിട്ടും, അത് ആറ്റം ബോംബിനേക്കായി ശക്തിയുണ്ട്. തീർച്ചയായിട്ടും അത് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ, പ്രയോജനപ്പെടുത്താൻ എന്ന് ദലിതർക്ക് കഴിയുന്ന അന്ന് മാത്രമേ ഈ ജനസമൂഹത്തിന് മാറ്റം ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിദ്യാഭ്യാസ മേഖലയിലെ എയ്ഡഡ് രംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എയ്ഡഡ് മേഖലയിൽ റിസർവേഷൻ പാലിക്കപ്പെടുന്നില്ല. അതുപോലെ സ്വകാര്യ മേഖലയിലും റിസർവേഷൻ നിയമപരമായി സ്ഥാപിച്ചെടുത്തിട്ടില്ല.
മാറിയ ഒരു ലോക സാഹചര്യത്തിലും ദളിത് ആദിവാസി വിഭാഗത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വരുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ, അതുമാത്രമല്ല സർക്കാർ മേഖലയിലും മറ്റ് പൊതുമേഖലയിലും തൊഴിലവസരം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലും സ്വകാര്യ മേഖലയുടെ വലിയ കടന്നുകയറ്റവും വളർച്ചയും ഉള്ളപ്പോൾ സ്വകാര്യ മേഖലയിലും അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയിലും സംവരണം ഏർപ്പെടുത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഈ സർക്കാരിനുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഒരു സർക്കാരിനുമില്ല. ഏതൊരു സർക്കാരിനായാലും അത് നടപ്പിലാക്കണേ അതിനുള്ള ഇച്ഛാശക്തി വേണം. അതിനുള്ള കരുത്ത് 57 ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. അന്നത്തെ കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് 11ാം വകുപ്പ് പ്രകാരം നിയമനം പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടതാണ്. ആ വിദ്യാഭ്യാസ നിയമത്തിനെതിരായിട്ടാണ് കേരളത്തിൽ കുപ്രസിദ്ധി ആർജിച്ച വിമോചന സമരം ഉണ്ടായത്. ആ വിമോചന സമരക്കാർ അപഖ്യാതികൾ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് രംഗത്തിറങ്ങുക മാത്രമല്ല, ആയുധമെടുത്ത് പോരാടുകയും ചെയ്തു. നിയമപരമായിട്ടും പോരാടി. സുപ്രീം കോടതി വരെ പോയിട്ടും 11ാം വകുപ്പ് റദ്ദാക്കിയിട്ടില്ല. എന്തുകൊണ്ട് മാറി മാറി വന്ന സർക്കാരുകൾ അത് നടപ്പിലാക്കുന്നില്ല? അതിനുള്ള ആർജവുമില്ലാത്തതുകൊണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ പാർട്ടി എന്ന് പറയുന്നത് ഞാൻ കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്, ഇത് നടപ്പിലാക്കത്തില്ല, കമ്മ്യൂണിസ്റ്റുകാർ ഇത് നടപ്പിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ നടപ്പിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ 2-3 കാരണങ്ങളുണ്ടായിരുന്നു. ഒരു പ്രധാന കാരണം 57 നിയമം. രണ്ടാമത്തെ കാരണം സമീപകാലത്ത് അന്തരിച്ചു പോയ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം പ്രതിപക്ഷ ഉപനേതാവായിരിക്കുമ്പോൾ, അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കും, അദ്ദേഹം ഒരു സ്വകാര്യ ബില്ല് കേരള നിയമസഭയെ കൊണ്ടുവന്നു. ബാബു വന്മനയ്ക്ക് അറിയാമോ? അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആ സ്വകാര്യ ബില്ല് കൊണ്ടുവന്നത് എയ്ഡഡ് മേഖലയിൽ സംവരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പിന്നെ LDF ഗവൺമെൻറ്റാണ് ചീഫ് സെക്രട്ടറി ആയിരുന്ന CP നായരെ ഇത് പഠിക്കാനായിട്ടൊരു കമ്മീഷൻ വെച്ചത്. KDF-ൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ CP നായർ സാറിനെ കണ്ടായിരുന്നു, ഈ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. CP നായർ റിപ്പോർട്ടും ഇതിനെതിരല്ല. ഇതെല്ലാം CPM നേതൃത്വം നൽകുന്ന LDF സർക്കാരുകളാണ് ചെയ്തിട്ടുള്ളത്. സ്വകാര്യ ബില്ല് കൊണ്ടുവന്നതും CPM-ൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവും. അപ്പോൾ കുറേ അനുകൂലമായിട്ട് നിൽക്കുന്ന എവരായതുകൊണ്ട് അവർ ചെയ്യുമെന്ന് ഞാൻ ധരിച്ചത്. ഈ കഴിഞ്ഞ കുറേ കാലത്തിന് മുമ്പ്, അധിക കാലമൊന്നും ആയില്ല, കേരളത്തിൽ ഒരുപാട് സംഘടനകൾ, ഞാൻ KDF ഒക്കെ രൂപീകരിക്കുന്നതിന് 1997 KDF രൂപീകരിക്കുന്നത്, അതിനൊക്കെ എത്രയോ മുമ്പ് എയ്ഡഡ് മേഖലയിലെ സംവരണത്തിന് വേണ്ടി ഞാനും സമരം നടത്തിയിട്ടുള്ള നിരവധി. പക്ഷെ കേരളത്തിൽ കണ്ടിട്ടുള്ള എയ്ഡഡ് മേഖലയിൽ സംവരണം വേണമെന്നും പറഞ്ഞ് നടന്നിട്ടുള്ള സമരങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായ സമരം നടത്തിയത് PKS-ൻ്റെ സമരം, സോമപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സമരം. ഞാൻ ധരിച്ചത് ചിലപ്പോൾ എയ്ഡഡ് മേഖലയിൽ സംവരണം വരാൻ പോവുകയാണ്. കാരണം CPM-ൻ്റെ ഒരു നേതാവായ സംസ്ഥാന കമ്മിറ്റി അംഗമായ K. സോമപ്രസാദ് നേതൃത്വം നൽകുന്ന ഒരു സംഘടന ഇങ്ങനെ ഇറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും എന്ന് ഞാൻ ധരിച്ച്. പക്ഷേ പിന്നീടുള്ള ഒരു നീക്കവും ആശാവഹമായിരുന്നില്ല, യാതൊരു സംശയവും വേണ്ട. പിന്നെ മറ്റൊന്ന്, പട്ടികജാതി പട്ടികവർഗ സംവരണത്തേക്കാൾ വലുത് പട്ടികജാതി പട്ടികവർഗക്കാരായ ആളുകൾ ഇടയിൽ അതിനേക്കായി പാവപ്പെട്ടവർ അല്ലെങ്കിൽ അതുപോലെ പാവപ്പെട്ടവരായിട്ട് നിൽക്കുന്ന, സാമ്പത്തിക ശേഷിയില്ലാത്ത, വിദ്യാഭ്യാസം ചെയ്തിരിക്കുന്ന മറ്റെത്രയോ സമുദായക്കാരുണ്ട്. ആ സമുദായങ്ങൾക്കെല്ലാം കോളേജ് ഉണ്ടല്ലോ. ഇവർ കാശ് കൊടുക്കാതെ ഈ പാവങ്ങൾക്ക് ജോലി കൊടുക്കൂ? എൻ്റെ സമുദായത്തിൽ ഇത്ര പാവപ്പെട്ടവനുണ്ട്, അതെ,
അവർ ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചു കൊടുക്കൂ. അല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണം പോസ്റ്റ്, ഒരു നിശ്ചിത ശതമാനം പോസ്റ്റ് മാനേജ്മെൻറ്റ് കോട്ടയിലെ ഒരു നിശ്ചിത ശതമാനം പോസ്റ്റ് ഞങ്ങളുടെ സമുദായത്തിലെ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്കൊന്നും പറഞ്ഞ് ഇവർ കൊടുക്കത്തില്ല. അപ്പോൾ എന്തും അതിൻ്റെ മാനദണ്ഡം കൈക്കൂലി 50 ലക്ഷം വരെ കൈക്കൂലി വാങ്ങിക്കുകയാണ്. ഈ കൈക്കൂലി കൊള്ളയ്ക്കും അറുതി വരുത്താൻ പറ്റും. പക്ഷെ മാനേജ്മെൻ്റ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമോ ബാബു, എല്ലാ മാനേജ്മെൻറ്റുകളും അവരുടെ ചില സമുദായ മാനേജ്മെൻറ്റുകളൊക്കെ ആ സമുദായത്തിലെ താഴെത്തട്ടിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് സംഭാവന പിരിച്ചും അവരുടെ കഠിനാധ്വാനം കൊണ്ടുമൊക്കെ കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളുണ്ട്. അവിടെ എല്ലാം ഒരു ദിവസം ദേശവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ട് KDF ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു സജഷൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങളാരും വയ്ക്കാത്ത ഒരു സജഷൻ. അതറിയാമോ എന്തോ അത്? ഇല്ല. അതായത് എയ്ഡഡ് മേഖലയിലെ നിയമനത്തിന് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രൂപീകരിക്കുക, ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പോലെ. ആ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലെ നിയമനങ്ങൾക്ക് 3 മാനദണ്ഡം: 1 മാനേജ്മെൻറ്റ്, 2 മെരിറ്റ്, 3 സംവരണം. മാനേജ്മെൻറ്റിന് ഒരു നിശ്ചിത ശതമാനം കൊടുക്കട്ടെ. അല്ല, തീർച്ചയായിട്ടും. മെരിറ്റുള്ളവർക്ക് കൊടുക്കട്ടെ, സംവരണം കൊടുക്കട്ടെ. ഈ രീതിയിലാകുമ്പോൾ വലിയൊരു എതിർപ്പ് വരുത്തില്ല. ഗവൺമെന്റുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇത് സംബന്ധിച്ചിട്ട് ഇത് സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു ഒത്തുതീർപ്പ്, ഞാൻ ഈ പല കാര്യത്തിലും വളരെ ശക്തമായി എടുത്ത് വർത്തമാനം പറയുകയും ഇടപെടുകയും ചെയ്യുന്ന ആളാണെങ്കിലും ഒരു ഒത്തുതീർപ്പിൻ്റെയും കൂടി ആളാണ് ഞാൻ. തീർച്ചയായിട്ടും. കാര്യം അത് ഒരു അയ്യങ്കാളിയുടെ ഇതാണ് ഒത്തുതീർപ്പെന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ നിന്നുമാണ് അത് പഠിച്ചത്. നമ്മുടെ പെരുന്നാട് ലഹള ഉൾപ്പെടെ പല കാര്യങ്ങളും ഒത്തുതീർപ്പിലൂടെയാണ് അതിനൊക്കെ പരിഹാരം ഉണ്ടായത്. അപ്പോൾ ഒത്തുതീർപ്പ് വേണം ഏതൊരു കാര്യത്തിനും. ഈ രീതിയിലാകുമ്പം ഒരു സമുദായ മാനേജ്മെൻറ്റിന് അവർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടും. മാനേജ്മെൻറ്റ് കോട്ട ഉണ്ടാകുന്നു, മെരിറ്റ് കോട്ട ഉണ്ടാകുന്നു, സംവരണം വരുന്നു. ഇതാർക്ക് എതിർക്കാൻ പറ്റും? അതെ. ആ രീതിയിൽ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാകണം, മുമ്പോട്ട് വരണം എന്നുള്ളതാണ് KDFൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ അത് എയ്ഡഡ് മേഖലയിൽ ബാബു വന്മന പറഞ്ഞ പോലെ ഇന്ന് സ്വകാര്യവൽക്കരണം ഒരു യാഥാർത്ഥ്യമാണ്. ആർക്കും അത് തടഞ്ഞു നിർത്താൻ ഒക്കത്തില്ല. സ്വകാര്യ മേഖലയെ തള്ളിക്കളയാനും പറ്റത്തില്ല. പക്ഷേ അവരെ ഉൾക്കൊള്ളുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും കൊടുക്കുന്നത് നമ്മുടെ പൊതുവിഭവങ്ങളാണ്. ജലം, വൈദ്യുതി, സാങ്കേതിക പരിജ്ഞാനം, പശ്ചാത്തല സൗകര്യം, ഇതെല്ലാം കൊടുക്കുന്നത്, സബ്സിഡി, ഇതെല്ലാം കൊടുക്കുന്നത് നമ്മുടെ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ച്. അപ്പോൾ ഈ മുടക്കാൻ മാർഗമില്ലാത്ത കുറേ ആളുകൾക്കും കൂടെ ഇതിലൊരു പങ്കാളിത്തം കിട്ടണം. അതുകൊണ്ട് സ്വകാര്യ മേഖലയിൽ ഏതെല്ലാം സ്ഥലത്തുണ്ട് അവിടെയെല്ലാം സംവരണം വരണമെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതെല്ലാം കൂടെ അങ്ങ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലയിലോട്ട് വെച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം വരണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അവർക്ക് വേണേൽ അവർ ചെയ്യട്ടെ. നമ്മൾ പുരോഗമനം പറയുകയും നടപ്പിലാക്കാൻ വേറെ ആളുകൾ വരണമെന്ന് പറയുകയും ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കണം. സംസ്ഥാന ഗവൺമെന്റ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. അതെ, സംസ്ഥാനമാണ് ചെയ്യേണ്ടുള്ളത്. കേന്ദ്രത്തിന് നിയമനിർമ്മാണം ഉണ്ടാക്കാൻ അല്ല. സ്വകാര്യ മേഖലയിൽ ഒരു സംസ്ഥാനത്തിന് മാത്രം സ്വകാര്യ മേഖലയിൽ സംവരണം നിഷ്കർഷിച്ചുകൊണ്ട് ഒരു നിയമം കൊണ്ടുവരാൻ കഴിയും എന്നാണോ കരുതുന്നത്? ചെയ്യട്ടെന്ന് നമ്മൾ കണ്ടതല്ലയോ? ഒന്ന് 57 കണ്ടില്ലയോ? ഞാൻ പറഞ്ഞല്ലോ, കോടതിയെല്ലാം കയറി. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? ഒരു ജനുവരി 26-ന്
1997 ജനുവരി 26-നാണ് KDF രൂപീകരിക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ 30 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്, 3 പതിറ്റാണ്ട്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു 3 പതിറ്റാണ്ടോളം ഒരു സംഘടനയെ, KDF എന്ന് പറയുന്ന സംഘടനയെ ഇങ്ങനെ നയിക്കാൻ കഴിഞ്ഞതും, അങ്ങനെ നയിച്ചതിൻ്റെ തുടക്കം തൊട്ട് ഈ ഒരു 28 വർഷം പിന്നിടുമ്പോൾ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ സംഘടന നടത്തിയിട്ടുണ്ട്. എന്നാലും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു സംതൃപ്തി തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണമായിട്ടും സന്തോഷവാനാണ്. നിരാശ അശേഷമില്ല. സംഘടനാ പ്രവർത്തനത്തെ നോക്കി ആ സന്തോഷത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കറുത്ത പാടുകളുണ്ടെങ്കിൽ അത് സൃഷ്ടിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. പട്ടികജാതി പട്ടികവർഗക്കാരല്ല, മറ്റിതര സമുദായങ്ങളല്ല. അതായത് NSSO, SNDPയോ അല്ലെങ്കിൽ ബ്രാഹ്മണ സഭയോ ക്രൈസ്തവ സംഘടനകളോ മുസ്ലിം സംഘടനകളോ ഒന്നുമല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. കേരളത്തിലെ കേരളത്തിലെ പ്രത്യേകിച്ച് ദലിത് മൂവ്മെൻറ്റിന് തടസ്സം ഒരു പരിധിവരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. പിന്നെ മറ്റൊന്ന്, മറ്റിതര ദലിത് പ്രസ്ഥാനങ്ങളെപ്പോലെ ഒരു വർഗീയ ധ്രുവീകരണം നടത്തി സമുദായങ്ങളെ 2 തട്ടിലാക്കി വിഭജിച്ച് നടത്തുന്ന ഒരു നയം ഞാൻ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ എന്നെ ചിന്തിപ്പിക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ രാഷ്ട്രീയ അടിത്തറയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ ചുറ്റുപാടും ഒരിക്കലും ഞാനൊരു സാമുദായ വിഭജനത്തിന് ഒരിക്കലും തയ്യാറായിട്ടില്ല. അതേസമയത്ത് നീ ഇന്ന ആളാണ് എന്നുള്ള രീതിയിൽ സമീപിച്ചാൽ അതേത് കൊലകൊമ്പനായാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല. അത് നമ്മുടെ ആർക്കും താഴെയല്ലല്ലോ. അതെ അതെ, ആരും ആർക്കും താഴെയുമല്ല, ആരും ആർക്കും മുകളിലുമല്ല. ആ ഒരു മനോഭാവത്തിലാണ് വളർന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ ആത്മാഭിമാനത്തോടു കൂടി പറയാം, കേരളത്തിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ നെഞ്ച് നിമർത്തി നിന്ന് പോരാടാൻ ഈ പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുണ്ട്, കണക്ക് ചോദിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 97-ൽ KDF രൂപീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഹരിജൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു, ജില്ലാ സെക്രട്ടറിയായിരുന്നു. അന്ന് കോൺഗ്രസ് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് 100 കണക്കിന് ചെറുപ്പക്കാരെ, ധീരരായ ചെറുപ്പക്കാരെ സൃഷ്ടിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഭാരതീയ അധകൃത വർഗ ലീഗ് എന്ന് പറയുന്ന സംഘടനയെ ശ്രീ വയലാർ രവി KPCC പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ പിരിച്ചു പിടിച്ചത്. ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ പോരാടി, ഇവിടെ ആരും അധകൃതരില്ല, ഇത് പിരിച്ചുവിടണം. എന്നെ അതിന് ചിന്തിപ്പിക്കുന്നതിൽ CPM-നും വലിയൊരു പങ്കുണ്ടായിരുന്നു. CPM-ൻ്റെ പല നേതാക്കന്മാരും പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ മാറിയെന്ന് കേൾക്കും. ഇങ്ങനെ കോൺഗ്രസ്സിൽ അധകൃത വർഗ ലീഗ് അവരെ ഒരു പ്രത്യേക കമ്പാർട്ട്മെൻറ്റായിട്ട് അവമാനിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ ഞാൻ സ്വന്തം നിലയിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, കോൺഗ്രസ്സിന് ഇങ്ങനൊരു സംഘടന വേണ്ട, ഇത് അടച്ചു പൂട്ടണം എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്ത് ഞാനത് പൂട്ടിച്ച്, അങ്ങനെയാണ് അതിൻ്റെ പേര് മാറ്റി ഭാരതീയ ദളിത് കോൺഗ്രസ് എന്നാക്കിയത്. ഞാൻ ആ സംഘടനയുടെ ഒരു ഭാരവാഹിയാകാനും ഇരുന്നില്ല. ഞാൻ പിന്നീട് ചെയ്തത്, എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാനുമായി സഹകരിച്ച കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ച പട്ടികജാതി പട്ടികവർഗക്കാരായ ആളുകളെ എല്ലാം വിളിച്ചു ചേർത്ത് കൊല്ലത്ത് വെച്ച് 97 ജനുവരി 26-ന് കേരള ദലിത് ഫെഡറേഷൻ രൂപം നൽകി. ആ സമയത്ത് ഈ സംഘടന
ദലിത് ക്രൈസ്തവർക്കെതിരായിരുന്നു. ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ദലിത് ക്രൈസ്തവരെ കുറിച്ച് ചർച്ച നടത്തി. അവരെ എതിർക്കാൻ പാടില്ല, അവരും നമ്മുടെ സഹോദരങ്ങളാണെന്ന് കണ്ടെത്തി. ആ എതിർപ്പ് മാറ്റി ദലിത് ക്രൈസ്തവർക്കും അംഗത്വം കൊടുത്തു. ഇപ്പോൾ കേരള ദലിത് ഫെഡറേഷനകത്ത് ബ്രാഹ്മണന് വേണേലും മെമ്പർഷിപ്പ് എടുക്കാം. ഭരണഘടന അംഗീകരിക്കണം. അങ്ങനെ ഇന്ത്യയിലൊരു സംഘടനയെ കാണത്തുള്ളൂ. ഈ ജാതി മത വ്യത്യാസമില്ലാതെ പട്ടികജാതി പട്ടികവർഗക്കാരുടെയും ദലിതരുടെ പിന്നോക്കക്കാരുടെ രാജ്യത്തിൻ്റെ, അതിലെല്ലാം ഉപരി ഭാരതത്തിൻ്റെ ഐക്യത്തിനും ക്ഷേമത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ, സമൂഹത്തിൻ്റെ ഏത് അടിത്തട്ടിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ തയ്യാറുള്ള ആരെയും ഈ സംഘടനയിൽ അംഗമാക്കും. ആ രീതിയിലാണ് ഈ സംഘടനയുടെ നിയമാവലി ഭേദഗതി ചെയ്ത്. അതുകൊണ്ടാണല്ലോ KDFിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കണ്ണൂർക്കാരൻ AKGയുടെ കുടുംബത്തിൽപ്പെട്ട KK ബാലകൃഷ്ണൻ നമ്പ്യാർ വൈസ് പ്രസിഡൻ്റാണ്. മുസ്ലിമായ ഐവർകാല ദിലീപ് സംസ്ഥാന സെക്രട്ടറിയാണ്. പ്രസിഡന്റ് കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയുടെ ഏറ്റവും വലിയ സ്ഥാനം ജനറൽ സെക്രട്ടറി സ്ഥാനമാണ്. അഡ്വക്കേറ്റ് U ഫസലുർ റഹ്മാൻ പൊന്നാനിക്കാരൻ ദീർഘകാലം അദ്ദേഹം ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം കോവിഡ് വന്നാണ് മരിച്ചുപോയത്, അഡ്വക്കേറ്റ് U ഫസലുർ റഹ്മാൻ. അങ്ങനെ ഞങ്ങൾ ഈ ജാതി മത വ്യത്യാസമൊന്നും വെറുതെ പറഞ്ഞു നടക്കുകയല്ല, അത് പ്രാവർത്തികമാക്കി മുമ്പോട്ട് കൊണ്ടുപോവാണ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങൾ അവരാൽ മാത്രം പരിഹരിക്കേണ്ട പ്രശ്നമല്ല, പൊതുസമൂഹം കൂടി അത് ഉൾക്കൊണ്ട് അംഗീകരിച്ച് പരിഹരിക്കണം. പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങൾ സാമുദായികമല്ല, രാഷ്ട്രീയമാണ്. അതിനെ രാഷ്ട്രീയമായിട്ട് കണ്ടുകൊണ്ട് അതിന് പരിഹാരം കാണാനാണ് കേരള ദലിത് ഫെഡറേഷൻ ആഗ്രഹിക്കുന്നത്. KDF രൂപീകരിച്ചതിനകത്ത് ഒരു വിഷമവുമില്ല. വ്യക്തിപരമായി നോക്കിയാൽ ഇപ്പം ബാബു അന്മന വ്യക്തിപരമായിട്ട് ആണ് ആ ചോദ്യം ചോദിച്ചെങ്കിൽ വ്യക്തിപരമായി വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് MLA ആകാൻ കഴിയാതെ പോയത്, മന്ത്രിയാകാൻ കഴിയാതെ പോയത്, അങ്ങനെ പല പദവികളും നഷ്ടപ്പെട്ടത് എൻ്റെ നിലപാടുകളും ഈ ചില കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ്. അല്ലാതെ അതിന് വേറെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നില്ല. പക്ഷേ സാമൂഹ്യപരമായി നോക്കിയാൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയ സംഘടനയാണെന്ന് ഞാൻ അഭിമാന പുരസ്സരം ഓർക്കുകയാണ്. ഞാൻ സംതൃപ്തനുമാണ്. KDFിൻ്റെ ഈ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി, ഈ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണോ ശബരിമല സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഒരുപക്ഷെ ചരിത്രത്തിൽ അത് ഇനി വരുംകാലത്തും KDFിൻ്റെ പേരുകൂടി എഴുതി ചേർക്കുന്ന നിലയിൽ ശബരിമല സ്ത്രീ പ്രവേശന വിധി, അത് കേരളത്തിൽ ആ വിധി നടപ്പിലാക്കിയതിൻ്റെ നേരവകാശികൾ എന്ന് പറയുന്നത് KDFിൻ്റെ പ്രവർത്തകയ്ക്കാണ്. ഞാൻ ഓരോ തീരുമാനങ്ങളും എടുക്കാൻ നേരത്ത് ഓരോ വിഷയങ്ങളിങ്ങനെ പഠിക്കും. ചില കാര്യങ്ങളൊക്കെ ഇടപെട്ട് വരാൻ കുറേ താമസിക്കും, പഠിക്കാത്തതുകൊണ്ടാണ്. ആളുകൾ ആരെങ്കിലും ഇടപെട്ട് എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിന് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങും. നമുക്ക് കൺവിൻസിങ് ആയ അതെ, അതിന് പിന്നെ ഇടവും വലവും നോക്കത്തില്ല. അപ്പം ഇതേ വിഷയം തന്നെ പുരുഷനുള്ള എല്ലാ അവകാശവും സ്ത്രീകൾക്ക് വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ജൈവപരമായ ചില വ്യത്യാസങ്ങൾ വനിതകൾക്കുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ഏത് രംഗത്ത് വരാനും പുരുഷന്മാരെ പോലോ അല്ലെ അതിനേക്കാളോ കഴിവുള്ളവർ തന്നെ അവർ. അപ്പം ശബരിമല വിഷയം ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയായി, ഒരു തുല്യതയുടെ കൂടി പ്രശ്നമായി വന്നപ്പോഴാണത് കോടതിയിൽ വന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ വരുന്ന കാലത്ത് നിരവധി സെമിനാറുകൾ പലയിടത്തും ചർച്ചാ സമ്മേളനങ്ങളുമൊക്കെ നടന്നു. അതിൽ ഗാന്ധി ഭവനിൽ, പത്തനാപുരം ഗാന്ധി ഭവനിൽ നടന്ന ഒരു ചർച്ചാ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തത് ഈ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെ അവകാശങ്ങളെ. അപ്പം ഞാൻ അവിടെ പറഞ്ഞ് ശബരിമലയിൽ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം നൽകണം, അവരും ദൈവത്തിൻ്റെ, നമ്മുടെ ഒരു പൊതു തത്വമുണ്ടല്ലോ, ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരെന്നുള്ളത്.
അതൊരു പൊതു തത്വത്തിൽ അവരെ സ്വീകരിക്കണം. അത് പിൽക്കാലത്ത് വന്ന ഒരു വിവേചനമാണ്, അത് മാറ്റണം എന്ന് ഞാൻ പറഞ്ഞു. അതിൽ പങ്കെടുത്ത ഒരാൾ അതിനെ അനുകൂലിച്ചില്ല. ആരാ? വനിതയാണ്. ആ വനിത ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയാണ്. എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അപ്പം പക്ഷെ ഞാൻ അങ്ങനൊരു നിലപാടെടുത്ത് നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശബരിമല വിഷയം വന്ന് ഒരു സർക്കാരിന് ഒരു സുപ്രീം കോടതി വിധി പോയിട്ട് ഒരു മുനിസിപ്പൽ കോടതി വിധി പോന്നാലും നടപ്പിലാക്കുക അല്ലാതെ മാർഗമില്ല. അതെ. പിന്നെ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുക അല്ലാതെ രക്ഷയില്ലല്ലോ. സർക്കാരായിട്ട് ആരും ഓരോ ശബരിമല കൊണ്ടുപോയില്ലല്ലോ. പല പെണ്ണുങ്ങളും ശബരിമലയിലോട്ട് പോകാൻ തയ്യാറായപ്പം അവരെ ആക്രമിക്കാൻ തുടങ്ങിയപ്പം സ്വാഭാവികമായിട്ടും അരാജകത്വം വരുമ്പോൾ അത് തടയുക എന്നുള്ളത് സർക്കാരിൻ്റെ ജോലിയാണ്. അത് മാത്രമേ പിണറായി സർക്കാർ ചെയ്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്ത് പിണറായിയെ ഇറക്കാൻ ഇതൊരായുധമായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് പിണറായിയുടെയും കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ ശത്രുക്കളെല്ലാവരും കൂടെ അങ്ങ് സംഘടിച്ച് അങ്ങ് രംഗത്തിറങ്ങി. കോടതി വിധി വന്നപ്പം അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീധരൻപിള്ള എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട്, RSS, ഹിന്ദു മുന്നണി എല്ലാവരും സ്വാഗതം ചെയ്ത്. പിന്നീട് ഇത് കോടതി കുറേ ഹിന്ദുക്കളൊക്കെ അനുകൂലിച്ച് വരുന്നു എന്ന് കണ്ടപ്പോൾ അത് നമ്മുടെ ബഹുമാന്യനായ ശ്രീധരൻപിള്ളയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു സുവർണാവസരമായി കണ്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക. അതൊരു ഇങ്ങനെ അതായത് നാമജപ ഘോഷയാത്ര, ഈ നാമജപ ഘോഷയാത്രയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളും 57-ലെ വിമോചന സമരവും 58-ലെ വിമോചന സമരവും എല്ലാം കൂടെ നോക്കുമ്പോൾ ഈ നാമജപ ഘോഷയാത്ര നടക്കുന്ന സ്ഥലവും വിമോചന സമരം നടന്ന സ്ഥലം തന്നെ. അതെ അതെ അതേ സ്ഥലങ്ങൾ തന്നെ. ഭൂമിശാസ്ത്രപരമായി അതൊരു ശരിയാണ്, വർഗപരമായിട്ടും അങ്ങനെ തന്നെ. അപ്പോൾ ഇത് ആദ്യം കത്തിച്ചിങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ പഴയ വിമോചന സമരം പിന്തുണയ്ക്കുന്നവരെല്ലാം വേറെ മതത്തിൽപ്പെട്ടവർ അവർ പറഞ്ഞു ഇത് നാളെ ഞങ്ങളുടെ മതത്തെ പിടിക്കും. ഏത്? അതെ അതെ. അപ്പോഴിത് ഒരു വർഗീയതയാക്കി പിണറായിയെ ഇറക്കുക എന്നുള്ള ഒരു അജണ്ടയിലേക്ക് ഇത് മാറി. അപ്പം ഞാനിങ്ങനെ രാത്രി ഇത് ആലോചിച്ചടാ, ഇത് ചെറിയൊരു കളിയല്ലല്ലോ, ഇത് ചെന്നെത്തുന്നത് പിണറായി ഇറക്കുക എന്നല്ലോ, അല്ലാതെ ആചാര സംരക്ഷണമൊന്നും അല്ലല്ലോ എന്ന് ഞാൻ ധരിച്ചു. ഞാനന്ന് KPCC എക്സിക്യൂട്ടീവ് മെമ്പറാണ് കോൺഗ്രസിൻ്റെ. ഇത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, ഇതിനെ ചോദ്യം ചെയ്തേണ്ടതാണെന്ന് തീരുമാനിച്ചു. ഞാൻ പരസ്യമായി രംഗത്ത് വന്നു, അതിശക്തമായിട്ട് നിന്നു. അതിശക്തമായ എതിർപ്പും വന്നു. ആ പരസ്യമായിട്ട് വന്നപ്പോൾ അതിശക്തമായ എതിർപ്പ് വന്നു. ശ്രീ K. മുരളീധരൻ അദ്ദേഹം കൊല്ലത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു രാമോദരനല്ല എത്ര പ്രഗത്ഭനായാലും പാർട്ടി കാണത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ആരും പാർട്ടിയിൽ നിന്നൊന്നും തൊടത്തൊന്നുമില്ല, അതിന് ധൈര്യമുള്ള ആരും ഇല്ലെന്ന് പറഞ്ഞു. ഇന്ന് വരെ എന്നെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടില്ല, സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര ശക്തമായ ഒരു നിലപാട് ഞാനെടുത്ത്. എന്തുപറ്റി? പിണറായി ഇറക്കണം. ശബരിമല എന്ന് പറയുന്നാൽ ഭാരതത്തിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് കേരളീയരുടെ ഒരു വികാരമാണ്. അതൊരു വെറുമൊരു ഭക്തിയൊന്നുമല്ലത്, അതിനെ നിർവചിക്കാൻ കഴിയത്തില്ല. ശബരിമലയോടുള്ള ഒരു ആഭിമുഖ്യം. അപ്പോൾ അവിടെ രക്തം വീണാൽ, സന്നിധാനത്ത് രക്തം വീണാൽ പിണറായി അല്ല കാറൽ മാർക്സ് ആന്നേലും രാജിവെച്ച് പോകാനേ പറ്റത്തുള്ളൂ. ഇത് മനസ്സിലാക്കിയാണ് ഞാൻ അങ്ങ് അരയും തലയും മുറുക്കി ഇറങ്ങി പിണറായിക്ക് കട്ടയ്ക്ക് പിന്തുണയും കൊടുത്ത് അങ്ങ് നിന്നത്. അതുകൊണ്ടാണ് ആ വിഷയം വന്നത്. ശബരിമലയിൽ യഥാർത്ഥത്തിൽ ഞാൻ ആരെ അയച്ചില്ല, ഞങ്ങളുടെ സംഘടനയെ ആരെ അയച്ചില്ല, ആരും പോകുന്നതിന് എതിരുണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങളൊരാണിനെ അയച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു ഗവൺമെൻറ് നശിക്കരുത്, തഴയപ്പെടരുത്, അതിനെ ആക്രമിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അതുകൊണ്ട് ശബരിമല വിഷയത്തിൽ അന്നെടുത്ത
നിലപാടല്ല ഇപ്പോഴുള്ളത്. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഭരണഘടന കുറച്ചുകൂടെ വിപുലമായ ഭരണഘടനാ ബെഞ്ചിൻ്റെ മുമ്പിലേക്ക് വിധി അത് പോയിരിക്കുകയാണ്. അതിനകത്ത് ഈ വിശ്വാസവും ആചാരവും കൂടി പരിശോധിക്കണം എന്നുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല, ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്, വിധിയിലേക്കല്ല. ആ വിധി വരുമ്പോൾ നമുക്ക് പ്രതികരിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് പുരുഷന് തുല്യമായിട്ടുള്ള അംഗീകാരവും പദവിയൊക്കെ കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ആ നിലപാടിൽ നമുക്ക് ADF ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇപ്പോൾ പറഞ്ഞല്ലോ കോൺഗ്രസ്സിൽ നിന്ന് എന്നെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, എന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ഒരു അച്ഛൻ്റെ മകനാണ്. KPCC അംഗമായിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല സഹോദരങ്ങൾ അവരുമെല്ലാം പല മേഖലയിലൊക്കെ ആണെങ്കിൽ പോലും ഒരു ഉറച്ച കോൺഗ്രസ് പശ്ചാത്തലമാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, DCC കൊല്ലം വൈസ് പ്രസിഡൻ്റായിരുന്നു, KPCC നിർവാഹക സമിതി അംഗമായിരുന്നു, കൊല്ലം ജില്ലാ ബാങ്കിൻ്റെ പഴയ കൊല്ലം ജില്ലാ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. അസംബ്ലിക്ക് 2006 കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾ, അങ്ങനെ ഒരു കോൺഗ്രസ് പൂർണ്ണമായ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരാളിന് പിണറായി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അംഗീകരിക്കാവുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപൂർണ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അതൊരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുള്ള തിരിച്ചു നടത്തമാണോ, അതോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടുള്ള പുരോഗമനപരമായ ധീരമായൊരു നിലപാടാണോ? ഞാൻ കോൺഗ്രസ്സിൽ നിന്ന് തിരിച്ചു നടന്നിട്ടൊന്നുമില്ല. ഞാൻ അടിസ്ഥാനപരമായി ഇന്നും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. ഞാൻ LDF സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ പിണറായിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് വളരെ ടാക്റ്റിക്കലായിട്ടുള്ളൊരു, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ, അതായത് ഈ CPM വ്യക്തിക്ക് പ്രാധാന്യമില്ല, പാർട്ടിക്കാണ് പ്രാധാന്യം എന്ന് ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷേ CPM ചരിത്രം എടുത്തു നോക്കിയാൽ എന്നും വ്യക്തികൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു, വ്യക്തികളുടെ മേന്മയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് EMSനായാലും AKGക്കായാലും സുന്ദരയ്യയ്ക്കായാലും P രാമമൂർത്തിക്കായാലും VS അച്യുതാനന്ദനായാലും ഇപ്പോൾ പിണറായിക്കായാലും പ്രാധാന്യമുണ്ട്. എനിക്ക് പിണറായിയുടെ ഭരണവൈഭവവും നിശ്ചയദാർഢ്യവും ഒക്കെയാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത്. CPM നയങ്ങളല്ല, LDF നയങ്ങളല്ല. എങ്കിലും പല കാര്യങ്ങളിലും UDFനേക്കായി ഭേദമാണ് LDF, തർക്കമൊന്നുമില്ല. എന്ന് വിചാരിച്ച് UDF ബദലാണ് LDF എന്നുള്ളതിന് എനിക്ക് യോജിപ്പൊന്നുമില്ല. LDF ചെയ്യാത്ത പല പുരോഗമന കാര്യങ്ങളും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിണറായിയുടെ നയങ്ങളോടാണ് ഞാൻ യോജിക്കുന്നത്. എന്നാൽ പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മറ്റ് പലരേക്കാളും വളരെ ഭേദമാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പിണറായിയെ വളർത്തിയത് ഈ രാജ്യത്തെ പത്രങ്ങളല്ല, ഇവിടുത്തെ ഒരു മാധ്യമം. ഏത് നേതാക്കന്മാരെ എടുത്തു നോക്കുക, അവരെല്ലാം വളർത്തിയിട്ടുള്ളത് മാധ്യമങ്ങളാണ്. ഇത് മാധ്യമങ്ങളുടെ നല്ല പിന്തുണ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. മാധ്യമങ്ങളുമായി നല്ല ഊഷ്മള ബന്ധമുള്ള ആളുമാണ്. എന്നാലും ഞാൻ പറയേണ്ടുള്ള അവരുടെ മുഖത്ത് നോക്കി പറയും, ചീത്ത വിളിക്കേണ്ടുള്ള ചീത്ത വിളിക്കുകയും ചെയ്യും. മാധ്യമങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. അതിനോടൊപ്പം തന്നെ ഒരു മാധ്യമവുമല്ല പിണറായിയെ വളർത്തിയത്. എന്നും അദ്ദേഹത്തെ വിമർശിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിനെ ഒരു പ്രതിപുരുഷനാക്കി, ഒരു വില്ലനാക്കി നിർത്താൻ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ശ്രമിച്ചിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഒഴുക്കിനെതിരെ നീന്തിയാണ് പിണറായി വിജയൻ വളർന്നു വന്നത്. ആ പിണറായി വിജയനെ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ആക്രമിക്കുന്നത് ശരിയല്ലല്ലോ.
അദ്ദേഹത്തിനെ പിന്തുണയ്ക്കണമല്ലോ, അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനസമൂഹവും കേരളത്തിലുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സാഹചര്യം വരെ അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണ പിൻവലിക്കേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് LDFിൻ്റെ നയങ്ങളോട് എല്ലാത്തിനോടും എനിക്ക് പൂർണ്ണമായും യോജിപ്പില്ല. പ്രത്യേകിച്ച് പട്ടികവർഗ വിഷയങ്ങളിൽ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. പക്ഷേ പല ഇതര കാര്യങ്ങളിൽ ഇപ്പം ആളുകൾ നോക്കുന്ന ഒരു പഴയ കെട്ടിടം EJT കാള് അയ്യങ്കാളിയാക്കിയത് പിണറായി വിജയനായതുകൊണ്ടാണെന്ന്. അതിന് മുമ്പിരുന്ന എൻ്റെ മുഖ്യമന്ത്രിമാരെടുത്ത് ഞാൻ നിവേദനമായിട്ട് പോയതാണ്. അന്നേരം കുറേ തിരുവനന്തപുരത്തുള്ള കുറേ ആളുകളുടെ പേര് ഇങ്ങോട്ടെടുത്ത് വെച്ച് ഇവരുടെ എല്ലാം പേര് പറഞ്ഞിട്ടുണ്ട്, അപേക്ഷയുണ്ട്. പക്ഷെ അതെടുത്തത് പിണറായി വിജയനാണ്. ഉരുട്ടമ്പല സ്കൂള് പഞ്ചമി അതുപോലെ ശക്തമായ നിലപാടുകളുണ്ട്. ശരിയോ തെറ്റോ ഒരു കാര്യത്തിനൊരു നിലപാടുണ്ടല്ലോ, ആ നിലപാടിനോടാണ് നമുക്ക് യോജിപ്പ്. അത് എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ പിണറായി സ്നേഹമില്ലാത്തവനാണ്, കരുണയില്ലാത്തവനാണ് എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. എല്ലാ മനുഷ്യ ഗുണങ്ങളും ചിരിക്കാത്ത ആളാണ്, ചിരിക്കുന്ന ആളാണ്. എല്ലാ മനുഷ്യന് എന്തെല്ലാം ഗുണമുണ്ടല്ല അതെല്ലാം അദ്ദേഹത്തിനുമുണ്ട്. മനുഷ്യൻ എന്തെല്ലാം ദോഷമുണ്ട് അതെല്ലാം അദ്ദേഹത്തിനില്ല. എല്ലാ മനുഷ്യർക്കുള്ള ദോഷം അദ്ദേഹത്തിനില്ല. അങ്ങനെയുണ്ടൊരു കുഴപ്പം. ഇപ്പം പിണറായി വിജയൻ മദ്യപിക്കുന്ന ആളല്ല, പുകവലിക്കുന്ന ആളല്ല, ഞാൻ മദ്യപിക്കുന്ന ആളല്ല, പുകവലിക്കുന്ന ആളല്ല. അതൊക്കെ ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അതുപോലെ നമുക്ക് രാഷ്ട്രീയത്തിൽ പൊതുരംഗത്ത് നേതൃത്വം വഹിക്കുന്നവർക്ക് എന്താ വേണ്ടത്? തീരുമാനമെടുക്കാനുള്ള കഴിവ്, നയിക്കാനുള്ള കഴിവ്, ആർജവും. അങ്ങനെ നായകൻ എന്ന നിലയിൽ യാതൊരു സംശയവും വേണ്ട. അത് പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. എൻ്റെ ആഗ്രഹം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ, ഞാൻ അടിവരയിട്ട് പറയുകയെന്നേ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ വീണ്ടും LDF വരണമെന്നുള്ളതാണ്. ഒരു മൂന്നാം പിണറായി ഗവൺമെന്റ്, മൂന്നാം പിണറായി ഗവൺമെന്റിന്റെ തുടർച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലാണെങ്കിൽ. ഇപ്പോൾ ദേശാഭിമാനിക്കാർ എൻ്റെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ദേശാഭിമാനിക്കാരുടെ ഒരു ശിരസോക്കേട് അവർ ഈ പിണറായി എന്നുള്ളത് അങ്ങ് വെട്ടിമാറ്റും. അവർ എൻ്റെ പ്രസ്താവനയ്ക്കകത്തെല്ലാം പിണറായി വെട്ടി LDF എന്നാക്കും. അവർക്ക് വേണ്ടത്ര വിവരമില്ലാത്തതുകൊണ്ടാണ്. കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായാൽ ആ ഗവൺമെൻറ് നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ ഗവൺമെൻറ്, കരുണാകരൻ ഗവൺമെൻറ്, അല്ല LDF ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു, അത് നമ്മുടെ രാഷ്ട്രീയക്കാർ പറയുന്നതാണ്. ഔദ്യോഗികമായി ഒരു ഗവൺമെൻറ് ഉണ്ടായാൽ അതിൻ്റെ നേതാവിനെ വിളിച്ച് നിങ്ങളുടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണം, അപ്പോൾ പിണറായിയുടെ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അത് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകളുണ്ട്. അവസാനമായിട്ട് ഒരു ചോദ്യം. ഒരു 5.5 പതിറ്റാണ്ടായി പൊതുരംഗത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള അച്ഛൻ, രാഷ്ട്രീയമാണ് വീട്ടിൽ സംസാരിക്കുന്നത്, ഒരു വലിയ അംഗങ്ങളുള്ള കുടുംബം. അതുകൊണ്ട് തന്നെ ഈ സ്നേഹബന്ധത്തിന് ഒന്നും ഒരു കുറവും അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഈ ഒരു ബഹളത്തിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിരക്കിലും പെട്ടാണോ ഒരു കുടുംബസ്ഥനാകാതെ പോയത്? അതിലെന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? കുടുംബസ്ഥൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും 2 മക്കളും മാത്രമൊന്നുമല്ല. അല്ല, നേരിട്ട് ചോദിക്കാം, വിവാഹം കഴിക്കാത്തത് കൊണ്ടാണോ? അല്ലെ അങ്ങനെ കഴിക്കാൻ, അല്ല സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കൗതുകമാണ്. അല്ല, എങ്ങനെയോ അതൊക്കെ പറ്റിപ്പോയി. എന്താ ഞാൻ ചോദിച്ചാൽ ഇതിൻ്റെ ഒരു തിരക്കിനിടയിൽ, ഈ ഒരു ബഹളത്തിനിടയിൽ, അല്ല നമുക്ക് ഈ ആളുകൾക്ക് ഇപ്പം ഈ, അല്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വലിയ കുടുംബമാണ്, അതുകൊണ്ട് സ്നേഹബന്ധത്തിനൊന്നും ഒരു കുറവുമില്ല. ലഹരിയുടെ കാലഘട്ടം വന്നല്ലോ, ലഹരിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലം വന്നല്ലോ. അതെ ഇത് വേറെ. എന്നെ ഏറ്റവും വലിയ ലഹരിയാക്കിയിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും. ഏറ്റവും വലിയ എന്നെ ത്രസിപ്പിച്ചിട്ടുള്ള ലഹരി സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനം. അത് കഴിഞ്ഞാൽ വായനയാണ്. ഈ വായനയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനും തീർച്ചയായിട്ടും പഠിക്കാനും ഒക്കെ കഴിയത്തുള്ളൂ. പിന്നെ
യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഹരമാണ്. എനിക്ക് എത്രയും ഇപ്പം ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അറിവ് നേടുന്നതിനും യാത്ര വേണം. ഞാൻ മുമ്പേ പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് കിട്ടിയതാണ്. അപ്പം വിവാഹം കഴിക്കാത്തതിൽ നിരാശയുണ്ടോയെന്ന് ചോദിച്ചാൽ നിരാശയുണ്ട്. ചിലത് പറയും നിരാശയില്ലെന്ന്. അതൊക്കെ പച്ച കള്ളം പറയുന്ന. എനിക്ക് കള്ളം പറയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പറയാം. ഏതൊരു മനുഷ്യനും ഒരു കുടുംബം വേണം, വിവാഹം വേണമെന്ന് തന്നെയാണ്. ഞാൻ എനിക്കൊരു 40-45 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് എൻ്റെ നാട്ടിലെ 3 കമ്മ്യൂണിസ്റ്റ് CPM നേതാക്കന്മാർ, ഒന്ന് CP കരുണാകരൻപിള്ള MLA ആയിരുന്നു, ഒന്ന് പുന്നപ്പറ വയലാർ സമരത്തിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലപ്പുഴയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത്, സമരത്തിനൊന്നും പോയല്ല, അറസ്റ്റ് ചെയ്ത് പ്രഗത്ഭനായ സിനിമാ നടൻ സത്യൻ ഇൻസ്പെക്ടറായിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി മർദ്ദിച്ച TN സുരേന്ദ്രൻ എന്നും പറഞ്ഞു എൻ്റെ നാട്ടിലെ CPMൻ്റെ ഒരു നേതാവാണ്. അദ്ദേഹം പാർട്ടിയിൽ എന്തുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ പാർട്ടിയിൽ അദ്ദേഹം എല്ലാം ആയിരുന്നു. അദ്ദേഹം പാർട്ടി കൈവെള്ളയെ വെച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വലിയ നേതാവായിരുന്നു TN സുരേന്ദ്രൻ. എൻ്റെ അയലുകാരൻ. ഞങ്ങൾ തമ്മിൽ ചെറുപ്പത്തിൽ രാഷ്ട്രീയമായി ബദ്ധശത്രുതയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിവാഹിതനായിരുന്നു. ഒന്ന് കരുനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഒരു KN ബാലകൃഷ്ണപിള്ള, CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ ആയിരുന്നു. KNB എന്നുള്ള ചുരുക്കപ്പേജ്. എനിക്ക് ചിലപ്പോൾ അതിശയം തോന്നിയിട്ടുണ്ട്. ഈ കർഷക തൊഴിലാളി പെൻഷൻ്റെയൊക്കെ നടപ്പിലാക്കുന്ന കാലത്ത് ആ കമ്മിറ്റി ഞാനും ഉണ്ട്. ഞാൻ അന്ന് കോൺഗ്രസിൻ്റെ കർഷക തൊഴിലാളി സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ്, DKTF. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. കർഷക തൊഴിലാളിയുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് പോരാടി വെടിവെപ്പിനെ വരെ നേരിട്ട് വളർന്നു വന്ന ഒരാളാണ് KNB എന്ന് പറയുന്നത്. ആ മനുഷ്യൻ ഒരു കർഷക തൊഴിലാളിയല്ലാത്ത ഒരാളുടെ പേര് പെൻഷന് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. ഒരാൾ പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കും. ആര്? പ്രസിഡൻ്റ് അല്ലയോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് എതിർക്കാൻ ഒക്കത്തില്ലല്ലോ. ഞാനാ എതിർക്കേണ്ടുള്ളത്. ഞാൻ എതിർക്കാൻ വേണ്ടിയാണ്. നമ്മളും അതിനെ അനുകൂലിച്ചിട്ടില്ല. ആ KNB അദ്ദേഹം അവിവാഹിതനായിരുന്നു. ഇവർ 3 പേരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് കല്യാണത്തിന് ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അതെല്ലാം വലിയ വിദ്യാഭ്യാസവും ജോലിയുള്ളവരും ഒക്കെ ഉണ്ട്. ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രിയായിരുന്ന ഒരാളുടെ ഭാര്യയുടെ അനിയത്തിയെ എനിക്ക് വേണ്ടി ആലോചിച്ചത്. അറിയാം. ഞാൻ അവിടെ ഒന്നും പിടികൊടുക്കാതെ ഇങ്ങനെ അങ്ങ് ജീവിച്ച് ഒരു വ്യക്തിയായിട്ട് അങ്ങ് ജീവിച്ച്, അത് ഈ വ്യക്തിപരമായ ചില ക്ഷീണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു അനാഥത്വം തോന്നും. അപ്പോൾ കല്യാണം കഴിക്കേണ്ടത് നന്നായിരുന്നു എന്ന് തോന്നി. അപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല, ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന 10-50 വയസ്സ് വരെയൊക്കെ ആയവരോട് ഉപദേശിക്കുക. നിങ്ങളിപ്പം ഇന്നലെ ഞാൻ 2 ദിവസം മധുരയിലായിരുന്നു, കണ്ണാശുപത്രിയിലായിരുന്നു, കണ്ണിൻ്റെ ഞരമ്പിനൊരു അസുഖമായിട്ട്. അപ്പം ഒരു 10-15 ഡിപ്പാർട്ട്മെൻറ്റുകൾ കയറി ഇറങ്ങണം. ചില ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ചോദിക്കുമ്പോൾ ബൈസ്റ്റാൻഡർ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ കൂടെ 3-4 പേരുണ്ട്. ഇവർ ഈ ബൈസ്റ്റാൻഡർ ഉദ്ദേശിക്കുന്ന ഭാര്യ മക്കളോ എല്ലോ കൂടെ. പക്ഷേ അവരെല്ലാം അന്നേരം വേറെ പലയിടത്തും ആയിരിക്കും. അവരെ വിളിക്കും, അവർ വരും. എന്നാലും വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം, രാഷ്ട്രീയ രംഗത്തുള്ളവരും സാമൂഹ്യ രംഗത്തുള്ളവരായാലും ഏത് രംഗത്തുള്ളവരായാലും ഒരു കുടുംബജീവിതം ഉണ്ടാവണം. അതൊരു പ്രകൃതിയുടെ ഒരു ധർമ്മമാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. പക്ഷേ സബ്ജക്റ്റ് ആവുന്നുമല്ല ഞാൻ വിവാഹം കഴിക്കാതിരുന്നത്. എൻ്റെ ഈ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള ആ ഒരു സ്പിരിറ്റിലായിരുന്നു കഴിക്കാതിരുന്നത്. ഫിഫ്ത്ത് എസ്റ്റേറ്റ് മീഡിയയിൽ ഇങ്ങനൊരു ദീർഘ സംഭാഷണത്തിന് തയ്യാറായ രാമഭദ്രൻ ചേട്ടന് ഈ ടീമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും.